India's economic trajectory has been marked by stability, fiscal discipline, sustained growth, and moderate inflation. This is the result of conscious choices we have made, even in times heightened uncertainty and disruption. आज का बजट ऐतिहासिक है। इसमें देश की नारी शक्ति का सशक्त प्रतिबिंब झलकता है। ये बजट अपार अवसरों का राजमार्ग है। ये बजट वर्तमान के सपनों को साकार करता है। രാജ്യത്തിന്റെ കണ്ണിൽ കേരളം എന്ന സംസ്ഥാനം വലിയ മികവ് നേടിയിരിക്കുന്നു. ഓരോ രംഗത്തെക്കുറിച്ചും ആ സർവേ റിപ്പോർട്ടിൽ കൃത്യമായി പറയാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമായി. പക്ഷെ അവിടെ തീർന്നു. ഇന്ന് അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങളൊന്നും പരാമർശിച്ചതേയില്ല. എന്താണ് കേരളത്തിനുള്ള അയോഗ്യത? കേന്ദ്ര ബജറ്റ് കേട്ടപ്പോൾ കേരളം ഇന്ത്യയുടെ ഭാഗമാണോ എന്ന് നമുക്ക് സംശയം തോന്നി. കാരണം കേരളത്തിനൊന്നുമില്ല. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ പറഞ്ഞത് എയിംസെങ്കിലും കിട്ടുമെന്നാണ് വിചാരിച്ചത്. അവർ നിരന്തരമായി എയിംസിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എയിംസും ഇല്ല, അതിവേഗ റെയിൽപാതയും ഇല്ല, കേരളത്തിന് വേണ്ടി ഒന്നുമില്ല. ഇവര് എത്രമാത്രം അവഗണനയോട് കൂടിയാണ് നമ്മുടെ സ്റ്റേറ്റിനെ കാണുന്നത് എന്നുള്ളതാണ്. കേരളത്തിന് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് പ്രചരണം ചെയ്യുന്ന ലെഫ്റ്റ് സർക്കാരിനോട് എനിക്ക് പറയാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇതിനു മുമ്പ് എത്രയോ പദ്ധതികൾ കൊടുത്ത ഈ സെൻട്രൽ ഗവൺമെൻറ്, കേന്ദ്ര സർക്കാർ, ഇന്നും ഈ സർക്കാർ അത് നടപ്പിലാക്കുന്നില്ല. PM ആവാസ് യോജന ആണോ, ജൽജീവൻ മിഷൻ ആണോ, PM ആയുഷ്മാൻ ആണോ, ഞാനൊരു ഉദാഹരണമായിട്ട് പറയണം. നമസ്കാരം. കടലോളം പ്രതീക്ഷിച്ചു കേരളം, കിട്ടിയത് കടലാമ പരിചരണ കേന്ദ്രം. എയിംസ് ഇല്ല, അതിവേഗ റെയിലില്ല, വിഴിഞ്ഞത്തിന് അനുബന്ധ പദ്ധതികളില്ല, നികുതി വിഹിതം കൂടുകയോ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കുകയോ ചെയ്തില്ല. BJP പ്രതീക്ഷയോടെ കാണുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപും കേരളം അവഗണിക്കപ്പെട്ടു. സമൂഹ മാധ്യമത്തിൽ നിറയുന്ന ആമട്രോളുകളും പരിഹാസവും ചിരിച്ചു തള്ളാനുള്ളതല്ല. അർഹതപ്പെട്ടത് തുടർച്ചയായി നിഷേധിക്കപ്പെടുന്നതിന്റെ രോഷപ്രകടനമായി തന്നെ കാണണം. സുരേഷ് ഗോപി പറഞ്ഞ എയിംസും E. ശ്രീധരൻ പറഞ്ഞ അതിവേഗ റെയിലും ആവിയായതോടെ BJP സംസ്ഥാന അധ്യക്ഷനും തന്റെ ഒട്ട മലയാളത്തെ കുറ്റം പറഞ്ഞു മടങ്ങി. ബജറ്റ് 140 കോടി ഇന്ത്യക്കാരുടെയും സ്വപ്നങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി അവകാശപ്പെടുന്നു. എന്നിട്ടും കേരളം തഴയപ്പെട്ടത് എന്തുകൊണ്ട്? ആ 140 കോടി മനുഷ്യരിൽ ഞങ്ങൾ മലയാളികളില്ലേ? കേരളം ഇന്ത്യയിലല്ലേ? ഈ ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ CP ജോൺ, CMB ജനറൽ സെക്രട്ടറി, ശ്രീ A. സമ്പത്ത്, CPM പ്രതിനിധി, ഡോക്ടർ അബ്ദുൾ സലാം, BJP പ്രതിനിധി എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ഡോക്ടർ അബ്ദുൾ സലാം, ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടമായതുകൊണ്ട് തന്നെ കേരളം പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ചിലതെങ്കിലും പരിഗണിക്കും എന്ന് വിശ്വസിച്ചിരുന്നു. ഓരോ മനുഷ്യരും അങ്ങനെ സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ തികഞ്ഞ നിരാശയാണ് കേരളത്തെ സംബന്ധിച്ചുള്ളത്. വലിയ രീതിയിൽ ആ അമർഷം പുകയുകയാണ്. എല്ലാവരും, നേതാക്കന്മാർ, പ്രധാനപ്പെട്ട നേതാക്കന്മാർ എല്ലാം തന്നെ അതിനെതിരെ രംഗത്ത് വരുന്നതാണ് കണ്ടത്. മറുപടി പറയാനെത്തിയ BJP സംസ്ഥാന അധ്യക്ഷന് പോലും ഒന്നും പറയാനില്ലാതെ മടങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഇതെങ്ങനെ സംഭവിച്ചു? നമ്മൾ ബഡ്ജറ്റിനെ ആകെ ഒന്ന് നോക്കിയിട്ട് ഒരു ഓവറോൾ പിക്ചർ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് എക്സെപ്റ്റ് ഓൺ ടു ഒരു സ്റ്റേറ്റ് സ്പെസിഫിക് ബഡ്ജറ്റ് അലോട്ട്മെൻറ്റ് എവിടെയുള്ളത്? എക്സെപ്റ്റ് ഞാൻ പറയാം റെയർ എർത്ത് കോറിഡോഴ്സ് അല്ലെങ്കിൽ റെയിൽ കോറിഡോഴ്സ്, അല്ലാതെ എവിടെയാണ് സ്റ്റേറ്റ് പറഞ്ഞിട്ട് ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇല്ല. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ തന്നെ 12.2 lakh crore വെച്ചിട്ട് അത് എനി സ്റ്റേറ്റ് ക്യാൻ ഗെറ്റ് ഇറ്റ്. എന്താ വേണ്ടത്? സേ ഫോർ എക്സാമ്പിൾ ഹൈ സ്പീഡ് റെയിൽ 1,00,000 കോടി, 5 കൊല്ലം, 1 കൊല്ലം 20,000 കോടി. ഇത് 10,000 കോടി 50-50 ആണെങ്കിൽ 10,000 കോടി തന്നാൽ പോരെ? ആ ഒരു ആരോപണം സ്റ്റേറ്റ് സ്പെസിഫിക്കായിട്ട് ഞങ്ങൾ ചോദിച്ചൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നത്. ഒന്ന് എയിംസിനെ പറ്റി പറയുന്നത്. എയിംസ് 2017 തന്നെ
ഇയർ മാർക്ക് ചെയ്തതാണ്. പല പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യവും അമിത്ഷാജി പറഞ്ഞു യു വിൽ ഗെറ്റ് എയിംസ്. അപ്പോൾ ഞാൻ പറഞ്ഞു സ്കിൽ യൂണിവേഴ്സിറ്റി യു വിൽ ഗെറ്റ് ഇറ്റ്, വെയിറ്റ് അറ്റ് ദ റൈറ്റ് ടൈം ഇറ്റ് വിൽ ബി അനൗൺസ്ഡ്. യു ഹാവ് ടു വെയിറ്റ് ഫോർ ദോസ് തിങ്സ്. പിന്നെ നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിർമ്മലാജി പറഞ്ഞതുപോലെ 2-3 വാചകങ്ങൾ: സ്റ്റെബിലിറ്റി, ഇക്കണോമിക് ഗ്രോത്ത്, സസ്റ്റൈനബിലിറ്റി. നമ്മൾ 11 എക്കണോമി കിടന്നത് നേരെ 4 വന്ന് 12 കൊല്ലം കൊണ്ട് 3 ജമ്പ് ചെയ്യാൻ പോകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രോത്ത് റേറ്റ് എവിടെയാണ് നമുക്ക് പാളിച്ച പറ്റുന്നത്? നമ്മളിപ്പോൾ പറയണത്, കംപ്ലൈൻറ്റ് പറയണത് നമുക്ക് ഷെയർ ചെയ്ത് തരുന്നതിൽ കിട്ടുന്നില്ല. വി ഹാവ് ലോട്ട് ഓഫ് മണി, വി വിൽ ഷെയർ. യു ഡിമാൻഡ്, നിങ്ങളുടെ സ്പെസിഫിക് ഡിമാൻഡ് കൊടുക്കൂ. നിങ്ങൾ കണ്ണു അടച്ച് അത് വേണം ഇത് വേണം എന്നല്ല പറയേണ്ടത്. എനിക്ക് വിഴിഞ്ഞം പോർട്ടിന് ഇത്ര വേണം, സ്പെസിഫിക് ആയിട്ട് വയബിൾ ആയിട്ടുള്ള പ്രപ്പോസൽ കൊടുക്കൂ, കിട്ടും, സ്പീഡ് കിട്ടും. അബ്ദുൽ സലാം, താങ്കൾ പ്രാഥമികമായി പറയുന്നത് കൊണ്ടാണ്. നോക്കൂ, 29 ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി നിർമ്മല സീതാരാമനെ കണ്ട് ധനമന്ത്രിയും കൂട്ടരും കാര്യങ്ങൾ, കേരളത്തിന്റെ ഏറ്റവും അടിയന്തരമായി പരിഗണിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് അവതരിപ്പിച്ചതാണ്. താങ്കൾ ഇപ്പോൾ പറഞ്ഞു ഏത് സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടാണ് പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നത്. ഇതൊരു പോപ്പുലിസ്റ്റ് ബഡ്ജറ്റ് അല്ല, അതിൻ്റെ ഒരു ആവശ്യം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇല്ല എന്നത് നമുക്കറിയാം. പക്ഷേ നോക്കൂ, ഇത് നിർമ്മല സീതാരാമൻ്റെ 9ാമത് ബജറ്റാണല്ലോ. ഇതിനു മുൻപ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. കഴിഞ്ഞ ബജറ്റിൽ എന്തായിരുന്നു സാഹചര്യം? എത്ര തവണയാണ് ബീഹാറിൻ്റെ പേര് നിർമ്മല സീതാരാമൻ ആവർത്തിച്ച് പറഞ്ഞത്? ഡൽഹി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ മധ്യവർഗത്തെ എങ്ങനെയാണ് കരുതിയത്? ആ രീതിയിലെങ്കിലും ഒരു പരിഗണന കിട്ടുമെന്ന് കേരളം ആശിച്ചതിൽ എന്താണ് തെറ്റ്? ആ സമയത്തെങ്കിലും കേരളത്തിൻ്റെ ആശയിൽ ഒരു തെറ്റുമില്ല. ആവശ്യം 29 എല്ലാ സ്റ്റേറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇന്നൊരു ജനറൽ ഒബ്സർവേഷൻ കണ്ടത്, ഒരു സ്റ്റേറ്റ് സ്പെസിഫിക് അലോട്ട്മെൻറ്റ് വേണ്ട, പർപ്പസ് സ്പെസിഫിക്, ടോട്ടൽ ഡെവലപ്മെൻറ്റ്, ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ്, ഓൾ ദ സ്റ്റേറ്റ്സ് എവിടെയൊക്കെയാണ് ഈ ജനറൽ കോറിഡോഴ്സൊക്കെ ആയാലും കൊള്ളാം. പിന്നെ 5 യൂണിവേഴ്സിറ്റി ടൗൺഷിപ്പ്, city promotion programs, this rural rare earth projects, waterway development, skill education development, Yuva Shakti program focusing women and youth. ഇത് ഇന്ത്യയിലെ എല്ലാ യുവാക്കൾക്കും വിമനും വേണ്ടിയുള്ളതാണ്. MSME പ്രൊമോഷൻ പ്രോഗ്രാംസ്, ഈസ് ഓഫ് ഗവേണൻസ് പ്രോഗ്രാം, അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റിന് അതിൽ 2 ക്രോപ്പ് നമുക്ക് വന്നതുകൊണ്ട് കാഷ്യൂ വന്നു, പിന്നെ കാഷ്യൂ, കോക്കനട്ട് ആൻഡ് സ്പൈസസ് അത് വന്നു. IT സെക്ടർ ഡെവലപ്മെൻറ്റ്, സെമി കണ്ടക്ടർ മിഷൻ, ടൂറിസം മിഷൻ, സിറ്റി എക്കണോമിക് റീജിയണൽ ഡെവലപ്മെൻറ്റ്, യുവശക്തി ഡെവലപ്മെൻറ്റ്. ഈ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറഞ്ഞില്ല. 1 മണിക്കൂർ 23 നിർമ്മല സീതാരാമൻ പറഞ്ഞതിന്റെ ഉള്ളടക്കത്തിൽ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. നോക്കൂ, ഇവിടെ എയിംസ് എവിടെ വരണമെന്ന് പറഞ്ഞ് തർക്കമാണ്. എയിംസ് ഞങ്ങൾ അങ്ങ് കൊണ്ടുപോകും ഇങ്ങ് കൊണ്ടുപോകുമെന്ന് ഭീഷണിയാണ്. ഏറ്റവും അവസാനം എനിക്കിപ്പോൾ ഈ ചർച്ചയിലൂടെ പറയാൻ പറ്റാത്ത ഭാഷയിൽ വരെ വരും എന്ന് പറഞ്ഞ ഒരു കേന്ദ്രമന്ത്രി നമുക്കിവിടെയുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നാളെ അതിവേഗ റെയിലിൻ്റെ ഓഫീസ് എന്തു വന്നാലും ഇനാഗുറേറ്റ് ചെയ്യും എന്ന് പറയുന്നു ഈ ശ്രീധരൻ. എന്താണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ? ബജറ്റിൽ പോലും ഒരു വരിയില്ല. അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് ആശങ്കകളുണ്ട്. കേരളത്തിന് മാത്രമല്ല, ഇതുപോലെ ആശങ്ക എല്ലാ സ്റ്റേറ്റുകൾക്കും ഉണ്ട്. നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ പ്രോബ്ലം സ്പെസിഫിക് പ്രോജക്ട്സ് കൊടുത്തിട്ട് അതിന് നമ്മൾ ബാർഗൻ ചെയ്ത് വാങ്ങുകയാണ് വേണ്ടത്. കേരളം ഇത്ര നാൾ എന്താണ് ചെയ്തത്? വന്ദേ ഭാരത് ഇവിടെ വന്നു. ഇത്ര നാൾ കേരളം എന്താണ് ചെയ്തത്? BJPക്ക് എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ലക്ഷ്യം? വികസിത ഭാരതം എന്നതാണല്ലോ മുദ്രാവാക്യം BJPയുടെ. ആ വികസിത ഭാരതം പറയുന്ന കേരളത്തിന് ഒന്നും വാങ്ങേണ്ടതില്ല, കിട്ടേണ്ടതില്ല. ഇതാണോ BJPയുടെ നിലപാട്? ഒരിക്കലുമല്ല. നിങ്ങൾ നോക്കിക്കോളൂ, BJPയുടെ വികസിത ഭാരതം ആ കോൺസെപ്റ്റിൽ BJP തുടങ്ങിയാൽ ദർ വിൽ ബി ഡെഫിനിറ്റ് ഫണ്ട് ഫ്ലോ ഫ്രം ഡൽഹി ടു ദിസ് പ്ലേസ്, നോ ഡൗട്ട്. ഫണ്ടിനൊരു പ്രോബ്ലം ഉണ്ടാകത്തില്ല. BJP വന്നു കഴിഞ്ഞാൽ BJP പ്രോജക്റ്റ് സ്പെസിഫിക് ആയിട്ട് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്ത് സാങ്ഷൻ വാങ്ങി ഇംപ്ലിമെന്റ് ചെയ്യും. നിങ്ങൾ കഴിഞ്ഞ BJP വന്ന ഒരു കോർപ്പറേഷൻ കേരളത്തിലുണ്ടല്ലോ. BJP വന്ന ഒരു കോർപ്പറേഷൻ, പ്രധാനമന്ത്രി ഡൽഹിയിൽ ഇരുന്ന് ട്വീറ്റ് ചെയ്ത ഒരു കോർപ്പറേഷൻ വിജയമുണ്ടല്ലോ. പ്രധാനമന്ത്രി ഇവിടെ വരുമ്പോൾ നിർണായക പ്രഖ്യാപനം ഉണ്ടാകുമെന്നതായിരുന്നല്ലോ നിങ്ങൾ പറഞ്ഞത്. പ്രധാനമന്ത്രി വന്നു, ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് മടങ്ങി. എന്തെങ്കിലും കിട്ടിയോ? ഇല്ല.
ബജറ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. ആ തിരുവനന്തപുരം കോർപ്പറേഷൻ, അവിടെ നിങ്ങളെ തെരഞ്ഞെടുത്ത ജനങ്ങൾക്ക് എന്തെങ്കിലും ചൂണ്ടിക്കാട്ടാനുണ്ടോ ഈ ബജറ്റിൽ? You wait and see what Trivandrum is going to get. Trivandramത്തിന് already instructions are given to the mayor and the team. Develop projects. ഞാൻ ഇന്ന് അദ്ദേഹത്തോട് പറയണം, why don't you submit a project for wire free Trivandrum? ഇമ്മീഡിയറ്റ്ലി അദ്ദേഹം പറയുക നോക്കാം. അതുപോലെ പ്രോബ്ലം വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഓരോന്നിനും നമ്മൾ പ്രോജക്റ്റ് ഉണ്ടായി കൊടുത്തല്ലേ ഫണ്ട് വാങ്ങാൻ പറ്റത്തുള്ളൂ. അല്ല ചുമ്മാ നിങ്ങൾ 1000 കോടി 10,000 കോടി എന്നും പറഞ്ഞ് അങ്ങനെ കൊടുക്കാൻ പറ്റൂ? അങ്ങനെയാണെങ്കിൽ എത്ര കോർപ്പറേഷൻ ഉണ്ട്? പ്രോബ്ലം സ്പെസിഫിക്, പ്രോജക്റ്റ് സ്പെസിഫിക് പ്രപ്പോസൽ കൊടുത്ത് വാങ്ങി ഇംപ്ലിമെൻറ്റ് ചെയ്യും, അത് സ്പെൻഡ് ചെയ്യും, അതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്യുന്നതാണ് ഗവൺമെൻറ് സിസ്റ്റം. നമ്മുടെ ഗവൺമെൻറ് എന്നതാ എത്രയോ കോടി രൂപയാണ് വാങ്ങിയിട്ട് വകമാറി ചിലവഴിച്ചും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാതെയും ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കാതെയും യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാതെയും ആകെ 10 കൊല്ലത്തെ ഭരണത്തിൻ്റെ ആകെ തുക എന്താ? ബാങ്ക്രപ്സി, റെക്കോർഡില്ല, പ്രോപ്പർ റെക്കോർഡില്ല, പ്രോപ്പർ ഓഡിറ്റ് ഇല്ല, ഡൈവേർഷൻ ഓഫ് ഫണ്ട്സ്, മിസ്യൂസ് ഓഫ് ഫണ്ട്സ്. ഗവൺമെൻറ് സിസ്റ്റത്തിൽ നിന്ന് ഫണ്ട് വരണമെങ്കിൽ there are definite procedures. ശരി, അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ശ്രീ എ സമ്പത്ത്, BJP സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും പറഞ്ഞത് ഇത് ഇവിടുത്തെ സർക്കാരിന്റെ പരാജയം കൊണ്ടാണ് അവിടെ നിന്ന് പ്രഖ്യാപനങ്ങളൊന്നും കിട്ടാത്തത്, പദ്ധതികളൊന്നും കിട്ടാത്തത് എന്നതാണ്. രേണുക, ഞാനൊരു 5 മിനിറ്റ് എടുക്കുകയാണ്. ഡോക്ടർ ശ്രീ അബ്ദുൾ സലാം പറഞ്ഞ കാര്യങ്ങൾ ഞാനൊരു കണ്ണാടി അദ്ദേഹത്തിന് നേർക്ക് തന്നെ തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്നുള്ളത് ഭരണഘടനാപരമായ ഒരു ചുമതല. അത് ഇന്ത്യ സർക്കാരിൽ നിക്ഷിപ്തമായിട്ടുള്ളത് ഇന്ത്യയുടെ ഭരണഘടനയിൽ അതിൻ്റെ 5ാം ഭാഗത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ്. അത് നമ്മളിപ്പോൾ ഈ അതിൻ്റെ 2ാം അധ്യായം 2 ഈ ആർട്ടിക്കിൾ 110, 112, 113 ഇവിടെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ സംബന്ധിച്ച് ഒക്കെ പറയുന്നത്, ഡിമാൻഡ്സ് ഫോർ ഗ്രാൻസിനെ സംബന്ധിച്ച് പറയുന്നത് ഒക്കെ ഉള്ള അത്തരം കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ലോക്സഭയിലാണ് ഇത് അവതരിപ്പിക്കുക എന്നുള്ളത്. ഞാനതിപ്പോൾ ശ്രീ CP ജോൺ കൂടി പങ്കെടുക്കുന്ന ഒരു ചർച്ചയാണല്ലോ. അദ്ദേഹം പ്ലാനിംഗ് ബോർഡ് അംഗമായിരുന്ന ആളാണ്. ഈ കാര്യത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ അഭിപ്രായങ്ങളുള്ളതാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് എന്നുള്ളതിൻ്റെ ക്രെഡിബിലിറ്റിയും സാങ്ക്ടിറ്റിയും എല്ലാം ഇങ്ങനെ ഈ സിംപ്ലി വാനിഷ്ഡ് ഇൻ ടു തിൻ എയർ എന്ന് പറയുന്ന എത്രയോ വർഷമായി. രേണുക, ഈ റെയിൽ ബഡ്ജറ്റ് എവിടെ പോയി? നമ്മൾ കുട്ടികളായിരിക്കുന്ന കാലത്ത് പണ്ട് പുസിക്കാറ്റ് വെയർ ഹാവ് യു ഗോൺ എന്നുള്ളൊരു നഴ്സറി റൈം പഠിച്ചിട്ടുള്ളത് ഇപ്പോൾ റെയിൽ ബഡ്ജറ്റ് വെയർ ഹാവ് യു ഗോൺ എന്ന് പറയേണ്ടതായിട്ടുള്ളൊരവസ്ഥയിലുണ്ട്. ഈ പാർലമെൻറ്റിൽ മുമ്പ് ചർച്ച നടക്കുന്നത് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞാൽ ഈ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ച് പൊതു ബഡ്ജറ്റ് അവതരിപ്പിച്ച് അങ്ങനെ ചർച്ചകൾ വരുന്നത്. ഇപ്പോൾ റെയിൽ ബഡ്ജറ്റിനെ കുറിച്ചുള്ളത് പൊതു ബഡ്ജറ്റിൽ ഈ പ്രസംഗത്തിൽ എവിടെയെങ്കിലും 1 മിനിറ്റ്, പിന്നെ ഇതിനെ സംബന്ധിച്ച് എവിടെയെങ്കിലും ഒരു ചർച്ചയുണ്ടോ? റെയിൽ ബഡ്ജറ്റിനെ സംബന്ധിച്ച് ഒരു ചർച്ചയില്ല. കാരണം നമ്മുടെ കയ്യിൽ ആ ഡോക്യുമെൻറ്റ്സ് ഒന്നും ലഭ്യമാകില്ല. ഇങ്ങനെ ഇത് മാറ്റുക എന്നുള്ളതാണ്. രണ്ടാമതൊരു കാര്യം, ഞാൻ സാറ് പറഞ്ഞൊരു കാര്യത്തിന് ഞാൻ ആ കണ്ണാടി ഒന്ന് പിടിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാരണം, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ കടബാധ്യത എത്രയാണെന്ന് രേണുക ഒന്ന് കണക്കൂട്ടി നോക്കിയേ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ കടബാധ്യത എന്നുള്ളത് 200 ലക്ഷം കോടി രൂപയാണ്. ആ 200 ലക്ഷം കോടി രൂപ എന്നുള്ളത് ഈ ബഡ്ജറ്റ് കാലാവധി കൂടി 1 വർഷം കൂടി കഴിയുമ്പോൾ അത് കുറഞ്ഞത് 220-225 ലക്ഷം കോടി രൂപയിലേക്ക് അത് മാറും. ഈ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഡെപ്റ്റ് GDP റേഷ്യോ ഇപ്പോൾ എത്ര ശതമാനമാണ്? കടം നമ്മുടെ ആഭ്യന്തര മൊത്തം ഉൽപ്പാദനം എന്നുള്ളത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ, ഇത് സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ നിന്ന് തന്നെ എടുത്തു പറഞ്ഞാലുള്ള സ്ഥിതി എന്താണെന്ന് വെച്ചാൽ 57.4%, 57.1, 57.4 ഇത് ഏതാണ്ട് കൈവിട്ട അവസ്ഥയിലാണ്. അവർ കേരളത്തെ പഠിപ്പിക്കാൻ വരികയാണ്. കേരളത്തിൻ്റെ ഈ പറയുന്നതായിട്ടുള്ള ഡെപ്റ്റ് GDP റേഷ്യോ 35 താഴേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അവരെ ചൂരിലെടുത്തുകൊണ്ട് വരികയാണ്. ആരാ വരുന്നത്? ഇന്ത്യ ഗവൺമെൻറ്റാണ് വരുന്നത്. ഇന്ത്യ ഗവൺമെൻറ് ചെയ്യുന്നത് എന്താണ്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുകയാണ്. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ വാക്കുകൾ കടമെടുത്താൽ ലീഗൽ പ്ലണ്ടർ ആൻഡ് ഓർഗനൈസ്ഡ് ലൂട്ടിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുക. ആർക്ക് വേണ്ടിയാണ് ഇത്? ഈ കോർപ്പറേറ്റ് ഹൗസുകൾ ഏറ്റവും മുകളിലുള്ള ആ പിരമിഡിൻ്റെ ഏറ്റവും മുകളിലുള്ള 1% വരുന്ന ശതകോടീശ്വരന്മാർക്ക് വേണ്ടിയാണ്. ഞാൻ 1 മിനിറ്റ് കൂടി എടുത്ത് ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഞാൻ ചുരുക്കണം. കേരളത്തിൻ്റെ മാത്രം കാര്യമായി ഇവിടെ എടുക്കണ്ട. ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് എന്ന് ഏതാണ്ട് മിഡ് ടേം ആകുമ്പോൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന്, അപ്പോൾ BEയിൽ നിന്ന് REയിലേക്ക് എത്തും. REയിൽ നിന്ന് ഒടുവിലെത്തുന്നത് എന്താണ്? ആക്ച്വൽ എക്സ്പെൻഡിച്ചർ AEയിലേക്ക് എത്തും. കഴിഞ്ഞ വർഷത്തേതും അതിന് തൊട്ട് മുമ്പത്തെ വർഷത്തേതും അതിന് മുമ്പിലത്തെ വർഷത്തേതും എടുത്തു നോക്കിയാൽ എവിടെയാണ് ഇത്തരത്തിലുള്ളതിനകത്തൊരു പൊള്ളത്തരം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്? ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്നു, റിവൈസ്ഡ് എസ്റ്റിമേറ്റിൽ കുറയ്ക്കുന്നു. ഗ്രാമീണ മേഖലയ്ക്കുള്ള ആക്ച്വൽ എക്സ്പെൻഡിച്ചർ കുറയുന്നു.
ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കുറയുന്നു, കുടിവെള്ള പദ്ധതിയിൽ കുറയുന്നു, സ്ത്രീ ശാക്തീകരണവും കുട്ടികളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കുറയുന്നു, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കുറയുന്നു, ഭൂപരിഷ്കരണം ലാൻഡ് റിഫോംസ് എന്നുള്ളത് അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴും പറയുകയാണ്, നമ്മളിങ്ങനെ ഈ വലിയ ഒരുപാട് കാര്യങ്ങൾ പറയുകയാണ്. ഇന്ത്യയുടെ രൂപയ്ക്ക് ഈ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും ഭീകരമായ വിലയിടിവിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോഴാണ് നമ്മൾ ഇത്തരം കാര്യത്തെപ്പറ്റി വല്ലാതെ നമ്മൾ പറയുന്നത്. ഇനി കേരളത്തിനെ കുറിച്ചെത്താം. കടലാമ, തേങ്ങ, അത്തരം കാര്യങ്ങൾ, അതിനായി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെ, ഒക്കെ ശരിയാണ്. ഇവിടെ ഈ റെയിൽ പദ്ധതികളുമായി ബന്ധപ്പെട്ട് പാലക്കാട് കോച്ച് ഫാക്ടറി ഉണ്ടായി. ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെൻറ് ഇവിടെ വന്നിട്ട് നമ്മുടെ മുന്നിൽ വന്നിട്ട് പല നേതാക്കന്മാർ, അവരുടെ ഈ മന്ത്രിമാർ വന്നിട്ട് പ്രസംഗിക്കുമല്ലോ. ₹1 അവിടെ ചെലവഴിക്കുന്നതിൽ കേരള സർക്കാർ 62 പൈസ ചെലവഴിക്കണം, അല്ലേ? അദാനി ആ പോർട്ടിൻ്റെ അതിൻ്റെ നടത്തിപ്പ്, അതിൻ്റെ തുടക്കം, അതിൻ്റെ നിർമ്മാണമെല്ലാം നടത്തുന്നു. ഇപ്പോൾ 28 പൈസ ചെലവഴിക്കുന്നു. ഈ ഇന്ത്യ ഗവൺമെൻറ് കടമായി 10 പൈസ തരും പരമാവധി. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടായി ഒരു പണവും അവിടെ തരുന്നില്ല. നമ്മൾ അതിവേഗ റെയിലിനെ സംബന്ധിച്ച് അല്ല, നിങ്ങൾ ഈ പറയുന്ന സെമി ഹൈ സ്പീഡ് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറയണമല്ലോ. ഈ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ തന്നെ പറയുകയാണ്, ഇന്ത്യയിൽ അതിവേഗം നഗരവൽക്കരണം നടക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം എന്നുള്ളത്. അങ്ങനെയാണ് എങ്കിൽ കേരളം വടക്കേയറ്റം മുതൽ തെക്കേയറ്റം വരെ ഒരു അർബനൈസേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ഒരു മാസ് റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റേത് അങ്ങനെ റെയിൽ വേണം. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സർക്കാർ പലതവണ ആവശ്യപ്പെടുന്നു, ഇന്ത്യ ഗവൺമെൻറ് തരുന്നില്ല. നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, ജലപാതകളെക്കുറിച്ച് പരാമർശമുണ്ട്. കേരളത്തിൽ 44 നദികളുണ്ട്. നദികൾ കൊണ്ട് സമ്പുഷ്ടമായ കേരളത്തിൽ ഇങ്ങനെ ഈ നാഷണൽ വാട്ടർവേ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിനെ പരിഗണിക്കാതിരിക്കുകയും എന്ന് പറഞ്ഞാൽ എന്താണ് പറയേണ്ടത്? എയിംസിനെ സംബന്ധിച്ച് താങ്കൾ ഇവിടെ പറഞ്ഞു, ആയുർവേദത്തിൽ കേരളത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അബ്ദുൽ സലാം സാറെ ഒരു കാര്യം ചിന്തിക്കാൻ പറ്റുമോ? ലോകത്ത് എവിടെയെങ്കിലും ആർക്കെങ്കിലും 3 ആയുർവേദ എയിംസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, അപ്പോഴും കേരളത്തിന് ഒന്നുമില്ല എന്നുള്ളതാണ്. ഉണ്ട് എന്ന് BJP-ക്കാർക്ക് പറയാം, ശൂന്യ ഹേ ഉണ്ട് എന്ന് പറയാം. ശരി, ശ്രീ CP ജോൺ, നോക്കൂ, നമ്മൾ ഒരു നിർണായക തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചു, BJP പ്രതിനിധി ഇവിടെ കാര്യങ്ങൾ വിശദീകരിച്ചു. 2 ദിവസം മുൻപ് സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചു. CPM പ്രതിനിധിയും പറഞ്ഞു, ഈ 2 ബജറ്റുകളും ജനപ്രിയ പ്രഖ്യാപനങ്ങൾ കൊണ്ട് ആ രീതിയിൽ ശ്രദ്ധ നേടിയ ബജറ്റുകളല്ല എന്നത് നമുക്ക് മനസ്സിലാകും. ഇപ്പോഴത്തെ രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഒക്കെ ധനസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ എന്താണോ യാഥാർത്ഥ്യം അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ബജറ്റുകളാണോ? എങ്ങനെയാണ് താങ്കൾ ഇതിനെ നോക്കിക്കാണുന്നത്? മറ്റൊരു തരത്തിലും ജനപ്രിയ പ്രഖ്യാപനങ്ങളിലേക്ക് ചിന്തിക്കാനോ നോക്കാനോ പറ്റാത്ത വിധം സാമ്പത്തികമായി പ്രശ്നങ്ങൾ നേരിടുന്നു സംസ്ഥാനവും രാജ്യവും? സംസ്ഥാന ബജറ്റ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നില്ല, ധാരാളമായി സംസാരിച്ചതാണ് ആ ദിവസം. ഈ ബജറ്റ് എന്ന് പറയുന്നത് ജനപ്രിയം ആകണമെന്ന് പോലും കരുതുന്ന ഒരാളല്ല ഞാനത്. വസ്തുനിഷ്ഠവും അതേപോലെ തന്നെ സാമ്പത്തിക രാഷ്ട്രീയ സാഹചര്യങ്ങളോട് ആ രംഗത്തെ വെല്ലുവിളികളോട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നതാണ് ആവേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിന് എന്ത് കിട്ടിയെന്ന് നോക്കുന്നത് ഞാൻ രണ്ടാമത് വരാം. ഒരു ഇന്ത്യയുടെ ബജറ്റ് എന്ന രീതിയിൽ വളരെ വീക്കായിട്ടുള്ളൊരു ബജറ്റാണ്, കോൾഡ് ബജറ്റ് എന്നാണ് ഞാനതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ ബജറ്റിനെ ഉറ്റുനോക്കുന്നത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബീജിംഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഒക്കെയാണ്. ഇന്ന് നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കാണാൻ കഴിഞ്ഞത് ബോംബെ ലോകത്തെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. അവിടെ വൻ തകർച്ചയാണ് ഉണ്ടായത്. ഞായറാഴ്ചയായിട്ട് പോലും അവർ തുറന്നിരുന്നു. വലിയ തകർച്ചയാണ് ഉണ്ടായത്. അപ്പോൾ ടേസ്റ്റ് ഓഫ് ദ ഫുഡിങ് എന്ന് പറയുന്നത് ഈ ഇന്ത്യ ഗവൺമെൻറ് എന്തോ ഒരു പ്രശ്നത്തിലായിരിക്കുന്നു. അവർക്ക് ഒരു നല്ല ഒരു ഹോട്ട് ബജറ്റ് അവതരിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അവർക്ക് എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. നേരത്തെ സമ്പത്ത് പറഞ്ഞ ഇൻഡിക്കേറ്റേഴ്സിനെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് 56% നിന്ന് 55% കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ ഡെറ്റ് GDP റേഷ്യോ വളരെ ഹൈ ആണ്. അതുപോലെ ലോകത്ത് മുഴുവൻ ഫിസ്ക്കൽ ഡെഫിസിറ്റ് GDP-യുടെ 3% താഴെ ആവണം, 3% മാക്സിമം ആണ്, അതിലേക്ക് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. നമ്മളിപ്പോൾ 3.8% കേരളത്തിലുണ്ട്. പക്ഷെ അവരിപ്പോൾ 4.5-ൽ നിന്നും 4.4-ലേക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 3-നേക്കാളും വളരെ കൂടുതലാണ് അവരുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും നല്ലതല്ല. മാത്രമല്ല കഴിഞ്ഞ തവണ ബീഹാറിനെ കുറിച്ചൊക്കെ മക്കാന ഫാമിംഗ് എന്നൊക്കെ പറഞ്ഞത് വളരെ ബോറായിരുന്നു, ഭയങ്കര വൃത്തികേടായിരുന്നു അത്. കാരണം ഒരു സ്റ്റേറ്റിന് വേണ്ടി തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇങ്ങനെ പ്രഖ്യാപനം നടത്തുന്നതിനോട് ഒരു സാമ്പത്തിക രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ വിയോജിക്കുകയാണ് ചെയ്യുക. കഴിയുന്നതും സ്റ്റേറ്റുകളുടെ പേര് പറയാതിരിക്കുകയാണ് വേണ്ടത്. മറിച്ച്
എല്ലാ സ്റ്റേറ്റിനും വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് മധ്യവർഗത്തിൽപ്പെട്ട ആളുകളുടെ ഇൻകം ടാക്സിൽ, ഡയറക്റ്റ് ടാക്സിൽ എന്തെങ്കിലും കുറവ് വന്നോ? ഡയറക്റ്റ് ടാക്സിൽ യാതൊരു കുറവും വന്നിട്ടില്ല. ഇൻകം ടാക്സ് അടയ്ക്കുന്ന ഇടത്തരക്കാരും ചെറിയ ശമ്പളം മേടിക്കുന്നവരും അവർ വളരെ പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്നു, ഒന്നും സംഭവിച്ചില്ല. 2, എല്ലാ സ്റ്റേറ്റുകൾക്കും ബാധകമായിട്ടുള്ളതാണ് തൊഴിലുറപ്പ് പദ്ധതി. അതിൻ്റെ ഡീറ്റെയിൽ ബജറ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ പേപ്പേഴ്സ് കിട്ടുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. എങ്കിലും ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാ പ്രിൻ്റ് ഔട്ടുകളൊന്നും എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് ഈ ബജറ്റ് മൗനം പാലിച്ചു. ബജറ്റ് ഡോക്യുമെൻറ്റിലുണ്ടാവും, പക്ഷേ എത്ര കോടിയാണ് കൊടുക്കുന്നത്, 45,000-ൽ നിന്ന് എത്ര കൂടിയോ കുറഞ്ഞോ? അതേപോലെ തന്നെ SC/ST വിഭാഗങ്ങൾക്ക് എത്രയാണ് കൊടുത്തത്, എത്രയാണ് ഇത്തവണ കൊടുത്തത്, എത്രയാണ് കൂട്ടിക്കൊടുത്തത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ ഹൗസിങ്ങിന് എത്രയാണ് പാവപ്പെട്ടവരുടെ ഹൗസിങ്ങിന് എന്തെങ്കിലും പ്രയോജനമുണ്ടായോ? കർഷകരുടെ കടങ്ങൾ, അതാണല്ലോ ഒരു വലിയ പ്രശ്നം, അതിലെന്തെങ്കിലും ഇളവുണ്ടോ? MSMEകൾ, തകർന്നുപോയ MSMEകൾ അവർക്കെന്തെങ്കിലും ആശ്വാസമുണ്ടോ? അത്തരത്തിലുള്ള പോളിസി കാര്യങ്ങളാണ് ബജറ്റിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതാണ് കേന്ദ്ര ഗവൺമെൻറ് ചിദംബരമുള്ള സമയത്തും പ്രണാബ് മുഖർജിയുള്ള സമയത്തുമൊക്കെ ഒരു ബജറ്റിൽ കൂടെയാണ് നമുക്കറിയാം തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യങ്ങളും അതേപോലെ തന്നെ കടമെഴുതി തള്ളിയതുമൊക്കെ പറയുകയും ഇന്ത്യയുടെ ഇക്കോണമിയെ ഒരു വലിയ തുറവിയിലേക്ക് തുറന്നു വിട്ടത് നമ്മുടെ മൻമോഹൻ സിംഗിൻ്റെ ബജറ്റ് പ്രസംഗം, ചിദംബരത്തിൻ്റെ, പ്രണാബ് മുഖർജിയുടെയൊക്കെ ആ ബജറ്റ് പ്രസംഗങ്ങളാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായിട്ടുള്ള ആദ്യത്തെ ബജറ്റാണത്. അവിടെയാണ് ഒരു തണുത്ത വെള്ളം പോലെയുള്ള ഒരു കോൾഡ് ബജറ്റ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുകയും നമുക്കറിയാം ഈ ടാരിഫ് യുദ്ധം നടക്കുകയാണ്. ടാരിഫ് യുദ്ധം ഒരു ഭാഗത്ത് നടക്കുന്നു, ട്രംപിൻ്റെ, അതിനെക്കുറിച്ച് പരാമർശമില്ല. വെനിൻസുവേലയിലെ ഒരു ഭരണാധികാരിയെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലിട്ടിരിക്കുകയാണ്, അതിനെക്കുറിച്ചൊരു പരാമർശമില്ല. റഷ്യൻ ഓയിൽ വാങ്ങരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങുമോ ഇല്ലയോ, അതിനെക്കുറിച്ച് പരാമർശമില്ല. അപ്പോൾ അന്താരാഷ്ട്ര രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അടിച്ചുകൊണ്ടിരിക്കുന്ന കൊടുങ്കാറ്റുകൾ നോക്കി വീർപ്പടക്കി നിൽക്കുന്ന ഒരു കുട്ടിയെപ്പോലെയാണ് നിർമ്മലാ സീതാരാമനെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് കേരളത്തിന് എന്ത് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് അതിലത്തെ നമുക്ക് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണെങ്കിലും ഇന്ത്യൻ ജനതയുടെ ഒരു പ്രഖ്യാപനമാണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണിത്. ആ ലോകത്തെ ഏറ്റവും വലിയ ഗവൺമെൻറ് നടത്തിയ ശുഷ്കമായ ഒരു സാമ്പത്തിക പ്രസ്താവനയാണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ്, ധനകാര്യ പ്രസ്താവനയാണ് ഇത് എന്നതാണ് എൻ്റെ ആദ്യ വിമർശനം. ആ വിമർശനത്തിന് പകരം കേരളത്തിന് കിട്ടിയ 1-2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് കിട്ടാത്തത്, അത് പറഞ്ഞതിനെ ലഘൂകരിക്കരുത് എന്നാണ് എനിക്ക് ഇത് വിമർശകരോടും പറയാനുള്ളത്. അതിനേക്കാൾ വലിയ വിമർശനം ഉയർത്തേണ്ടതായിട്ടുണ്ട്. ഇതൊരു കേരള പ്രശ്നമല്ല. 2 കേരളത്തിൻ്റെ കാര്യമാണ്. കേരളത്തിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും എല്ലാവരും പറഞ്ഞതോട് ഞാൻ യോജിക്കുകയാണ്, എനിക്ക് യോജിപ്പൊന്നുമില്ല. മാത്രമല്ല ഇവിടെ ഞാൻ അവിടെ കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ CP ജോൺ താങ്കളോട് ഒരു വ്യക്തത വരുത്തിക്കോട്ടെ. ദേശീയ തലത്തിലുള്ള വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തിക്കോട്ടെ. അതല്ല, ഇതിലൊരു സംശയം ചോദിക്കട്ടെ എന്നാണ് ചോദിച്ചത്. നോ ഞാൻ പറഞ്ഞിട്ട് ഇടപെടാം. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മുടെ നല്ലൊരു നടനാണ് നമ്മുടെ സുരേഷ് ഗോപി. ഇപ്പോൾ അദ്ദേഹം ഒരു അപഹാസ്യ നടനാണ്. ഹാസ്യ നടൻ വലിയ മിടുക്കുള്ളവരാണ്, പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഒരു അപഹാസ്യ നടനായിട്ട് മാറിയിരിക്കുകയാണ്. അദ്ദേഹം പല പല മോശമായ വാക്കുകൾ താങ്കൾ പറഞ്ഞല്ലോ ഉപയോഗിച്ചു. എവിടെ പോയ AMS? എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള ആളാണ്. BJPയിലേക്ക് ചേർന്നു എന്നൊഴിച്ച് വേറെ ഒരു തകരാറുമില്ലാത്ത നമ്മുടെ ശ്രീധരേട്ടൻ. അദ്ദേഹം ഇതിന് മുമ്പൊരു പണി ചെയ്തു, MLA ഓഫീസ് തുടങ്ങി ഇലക്ഷൻ വരുന്നതിന് മുമ്പ് തന്നെ. അതേപോലെ താൻ പൊന്നാനിയിൽ അദ്ദേഹം ഇപ്പോൾ ഒരു റെയിൽവേ ഓഫീസ് തുടങ്ങുകയാണ്. എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര റെസ്പെക്റ്റാണ്. അദ്ദേഹം പാർലമെൻറ്റ് പ്ലാനിംഗ് ബോർഡ് മെമ്പറായിരുന്നു. അദ്ദേഹം കാണിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്, എന്തായി ചെയ്യുന്നത്, ഒരു ഡോൺ ക്വിക്സോട്ടിയനായിട്ടുള്ള രീതിയിൽ അദ്ദേഹം താഴ്ന്നു പോയോ? ഇതൊക്കെ കൂടെ വന്നപ്പോൾ ഈ കടലാമ എന്ന് ആൾക്കാർ പറയാൻ തുടങ്ങി. എന്നാൽ ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ടോടെ വെച്ചു. ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ട് വെച്ചപ്പോൾ എന്താ സംഭവം? ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ടിൽ 0.45% നമുക്കധികം കിട്ടി. അതിൽ UDFനും LDFനും അഭിമാനിക്കാം. കാരണം UDFും ഗവൺമെൻറ്റിൻ്റെ ഒപ്പം നിന്നു. ഗവൺമെൻറ് ബാലഗോപാലിൻ്റെ നേതൃത്വത്തിൽ, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മെമ്മോറാൻഡം കൊടുത്തു. അത് 1.92 നിന്ന് 2.38 ഗവൺമെൻറ്റല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായിട്ടുള്ള ഫിനാൻസ് കമ്മീഷനാണ് കൊടുത്തത്.
കർണാടകത്തിനും ബെനിഫിറ്റ് കിട്ടി, കേരളത്തിന് ബെനിഫിറ്റ് കിട്ടി, പഞ്ചാബിന് കിട്ടി, ഗുജറാത്തിന് കിട്ടി. എന്നാൽ അത്തരം ഒരു ബെനിഫിറ്റ് യു പിക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. അവർ കുറച്ച് കുറഞ്ഞ്. തമിഴ്നാടിന് ഏതാണ്ട് അതേപോലെ നിൽക്കുകയാണ്. അതുകൊണ്ട് അടുത്ത ഗവൺമെൻറ് വരികയാണെങ്കിൽ, ഏത് ഗവൺമെൻറ് ആണെങ്കിലും, ഒരു വർഷം ഏതാണ്ട് 7000 കോടിയിലധികം രൂപ കേന്ദ്ര ഡിവിസീവ് പൂളിൽ നിന്ന് കേരളത്തിന് കിട്ടാൻ പോകുന്നു എന്ന ഒരു കണക്കുകൂടി വാസ്തവത്തിൽ നിർമ്മല സീതാരാമൻ അത് വായിച്ചില്ല. 41% വെർട്ടിക്കൽ ഡെവല്യൂഷൻ എന്ന് പറഞ്ഞുള്ളൂ. അതുകൊണ്ട് കിട്ടാത്ത കാര്യങ്ങളിലുള്ള അമർഷത്തോടൊപ്പം ഞാൻ ഒപ്പം നിൽക്കുന്നതോടൊപ്പം തന്നെ 2 കാര്യങ്ങൾ പറയട്ടെ. ഒന്ന്, ഇതൊരു ഏറ്റവും കോൾഡ് ബജറ്റാണ്. 2, കേരളത്തിന് സ്കീമുകൾ എന്ന അർത്ഥത്തിൽ പ്രഖ്യാപനങ്ങൾ നൽകാത്ത ഒരു ബജറ്റാണ് എന്ന അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇനി ചോദിക്കാം. ശ്രീ സി പി ജോൺ, താങ്കൾ കോൾഡ് ബജറ്റ് എന്ന് പറഞ്ഞു, മറ്റ് പ്രഖ്യാപനങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. പക്ഷേ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഏതാണ്ട് ഈ 7 അതിവേഗ റെയിൽ ഇടനാഴി ഉൾപ്പെടെ ഏതാണ്ട് 12 ലക്ഷം കോടി മാറ്റിവെച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. റെയിൽവേക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ നീക്കിയിരിപ്പ് ഈ ബജറ്റിലുണ്ട്. 2.93 ലക്ഷം കോടി രൂപയുടെ. പ്രതിരോധത്തിനും അതുപോലെ ഉയർന്ന വിഹിതം മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ? നേരത്തെ താങ്കൾ ഈ അമേരിക്കൻ താരിഫ് ഭീഷണി പറഞ്ഞു. അതിന് ഈ പ്രത്യേക സാമ്പത്തിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ ആഭ്യന്തരമായി വിറ്റഴിക്കാൻ തുടങ്ങിയ ചില ഇടപെടലുകൾ പറഞ്ഞു പോകുന്നുണ്ട് നിർമ്മലാ സീതാരാമൻ. അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിൻ്റെ ആവശ്യവും അതേപോലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. നമ്മുടെ നാട്ടിലെ ചെമ്മീൻ പീൽ ചെയ്യുന്ന തൊഴിലാളികൾ മുതൽ, ചെമ്മീൻ പിടിക്കാൻ പോകുന്ന ആളുകൾ മുതൽ, അത് വിൽക്കുന്ന ആളുകൾ മുതലുള്ള ഫിഷറി സെക്ടർ, അതേപോലെ ടെക്സ്റ്റൈലിനെ കുറിച്ച് നിർമ്മല സീതാരാമൻ സാമാന്യമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് ഈ താരിഫ് വാർ എന്ത് അപകടമാണ് ഉണ്ടാക്കുക, അതിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുകയാണ് എന്ന് രാജ്യത്തോട് പറയാൻ ഗവൺമെൻറ്റിന് കിട്ടിയ ഏറ്റവും വലിയ ടൂളാണ് ഈ ബജറ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. അതിൽ വളരെ തണുപ്പനായിട്ടുള്ള ഒരു സമീപനമാണ് നിർമ്മല സീതാരാമൻ. തീർച്ചയായും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെയും അറിവോടുകൂടിയായിരിക്കുമല്ലോ, അവരൊറ്റയ്ക്ക് ചെയ്യുന്നൊരു കാര്യമല്ല. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് മോശമായി പോയി. എന്നാൽ ഫിനാൻസ് കമ്മീഷൻ്റെ ഈ പ്രഖ്യാപനങ്ങൾ കർണാടകത്തിന് കുറച്ച് കൂടുതൽ കിട്ടാനുള്ള കാരണം നമ്മളെല്ലാം ആവശ്യപ്പെട്ടതുപോലെ കർണാടകമാണ് അതിനു വേണ്ടി കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞത്. അവർ പറഞ്ഞത് നമ്മൾ നൽകുന്ന ടാക്സ്, ആകെ ടാക്സിൻ്റെ എത്ര % എന്നതിനനുസരിച്ച് വെയിറ്റേജ് തരണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് പ്രയോജനം കിട്ടിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും കുറേ നാളായിട്ട് കുറഞ്ഞുകൊണ്ടിരുന്ന ഫിനാൻസ് കമ്മീഷൻ അവാർഡുകൾ ഒന്ന് തിരിച്ച് 2.38 കയറി എന്നുള്ളത് നമുക്ക് ആശ്വാസകരമായൊരു കാര്യമാണ്. അത് നിർമ്മല സീതാരാമൻ തന്നോ എന്നുള്ളതല്ല, അല്ലേ എന്നുള്ളതല്ല. ഫിനാൻസ് കമ്മീഷൻ കേന്ദ്രത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ക്രൂരതയായിട്ട് നമ്മളെപ്പോഴും പറയുന്നത് ഈ ഫിനാൻസ് കമ്മീഷൻ തരുന്നില്ല എന്നുള്ളതാണല്ലോ. അത് തീർച്ചയായിട്ടും ഗവൺമെൻറ് അല്ല, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായിട്ടുള്ള ഫിനാൻസ് കമ്മീഷനാണ് തരുന്നത്. അതുകൊണ്ട് അരവിന്ദ് പാണിഗ്രാഹിയുടെ ഈ കമ്മീഷൻ ഒരു ബെറ്റർ അവാർഡാണ് നമുക്ക് നൽകിയിട്ടുള്ളത് എന്നുകൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഡീറ്റെയിൽ റിപ്പോർട്ടുകൾ നമ്മൾ നോക്കിയെടുക്കണം. ഒന്ന്, അതിലുപരിയായിട്ട് നമുക്ക് വേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഇപ്പോൾ നാഷണൽ ഹൈവേ ഇപ്പോൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് റെയിൽവേ വികസനം ആവശ്യമുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റോട് എന്താ ചെയ്തത്? അവർ തന്നെ ഒരു റെയിൽ അങ്ങോട്ട് തുടങ്ങി. മഞ്ഞക്കുറ്റികൾ ഇപ്പോൾ ഇന്ന് ബിനോയ് വിശ്വം പറയുന്നുണ്ട്, മഞ്ഞക്കുറ്റിയൊക്കെ ഞങ്ങൾ പറിക്കും, മഞ്ഞക്കുറ്റി അടിച്ച സ്ഥലമൊക്കെ പഴയ പോലെയാക്കും. ഞാൻ ഈയിടെ കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ പത്രസമ്മേളനത്തിൽ പോയപ്പോൾ അവർ പറഞ്ഞു അവരുടെ കെട്ടിടത്തിൻ്റെ പുറകിലൊരു മഞ്ഞക്കുറ്റി അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവർക്കൊരു ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് പറയാനുള്ളത്, ഈ മഞ്ഞക്കുറ്റിയൊക്കെ പറിച്ചു കളഞ്ഞ് ആ സ്ഥലമൊക്കെ പഴയ പോലെ ആക്കണം. ഇതൊക്കെ വെറുതെ ദിവാസ്വപ്നങ്ങളാണ്. 100 കോടി രൂപ വേസ്റ്റാക്കി. അത് കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ ചോദിച്ചു വാങ്ങണം. അതിനുവേണ്ടി ഒരുമിച്ച് ഫൈറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ കോറിഡോർ എന്നുള്ള കോൺസെപ്റ്റ് വന്നു. ഇപ്പോൾ സ്മോൾ സിറ്റി എന്നുള്ള 5 ലക്ഷം പേരുള്ള സ്ഥലങ്ങൾക്ക്, പട്ടണങ്ങൾക്ക് ഒരു സിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അതൊക്കെ ഈ കൊല്ലം മാത്രമേ ഇനിയും വരുമായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ LDFും UDFും യോജിച്ച് നിൽക്കണം. BJP അതിനെതിരെ നിൽക്കാൻ പാടില്ല. പക്ഷേ മൊത്തത്തിൽ ഈ ബജറ്റ് ഇറ്റ്സ് എ കോൾഡ് ബജറ്റ്. ഇത് വെള്ളത്തിൽ വീണ കടലാസ് പോലത്തെ ഒരു ബജറ്റാണ്. ഡോക്ടർ അബ്ദുൽ സലാം, നോക്കൂ, ദേശീയ തലത്തിൽ തന്നെ ഈ ബജറ്റിനെ ഈ രീതിയിലൊക്കെ തന്നെയാണ് വ്യാഖ്യാനിക്കുന്നത്.
നമുക്കറിയാം ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം ഓഹരി വിപണിയിൽ വലിയ തോതിലുള്ള ചാഞ്ചാട്ടവും ഇടിവും ഉണ്ടായി. പക്ഷേ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ പറഞ്ഞത് ഇത് വലിയ വികസന കുതിപ്പിന് അടിത്തറ പാകുന്ന ബജറ്റ് എന്നാണ്. ഇത് രാജ്യത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കാൻ അങ്ങോട്ടേക്ക് നയിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ എന്നൊക്കെയാണ്. ഇപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇത്രയേ ചെയ്യാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ മനസ്സിലാകും. അതിനപ്പുറം വലിയ പ്രഖ്യാപനങ്ങളും വലിയ അവകാശവാദങ്ങളുമായിട്ട് ഇങ്ങനെയുള്ള ബജറ്റ് അവതരിപ്പിക്കുമ്പോഴല്ലേ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടാകുന്നത്. ഈ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. DMK ഈ ബജറ്റ് ടോട്ടലി ഡിസപ്പോയിൻറ്റിംഗ് ആണെന്ന് പറയുന്നു. സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ മുഴുവൻ ഇല്ലാതാക്കി കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. മമതാ ബാനർജിയും സമാനമായ നിലയിൽ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് ഈ ബജറ്റിനെതിരെ. കേരളത്തിൽ ഇതാണ് അവസ്ഥ. അപ്പോൾ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പോലും ഒന്നും കൊടുക്കാൻ പറ്റാത്ത സാമ്പത്തിക അവസ്ഥയാണെങ്കിൽ അത് ജനങ്ങളോട് തുറന്നു പറയുക എന്നതല്ലേ ചെയ്യേണ്ടത്? ഇത് മനസ്സിലാക്കുന്ന ഇതിൻ്റെ പെർസ്പെക്റ്റീവിലെ ഡിഫറൻസാണ്. അദ്ദേഹം കോൾഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞത് ഓപ്പോസിഷൻ അങ്ങനെ തോന്നും. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കാം. ഈ നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ 9 കൊല്ലം ഇതിന് ഓപ്പോസിഷൻ എന്നും ഇതുപോലെ കോൾഡെന്നോ പലതും പറഞ്ഞിട്ടുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രോത്ത് റേറ്റ് GDP ഗ്രോത്ത് റേറ്റ് 7.2 ഇന്ത്യ അച്ചീവ് ചെയ്ത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, പോളിസീസ്, ഇംപ്ലിമെൻറ്റേഷൻ പ്രോഗ്രാം. കടമെടുത്ത കാര്യം പറഞ്ഞു. കടമെടുത്ത് കേരളം കടമെടുക്കുന്നത് സാലറി കൊടുക്കാനോ പെൻഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ സ്വന്തം പാർട്ടി കേഡറെ നറിഷ് ചെയ്യാനോ പാർട്ടി വളർത്താനോ ഒക്കെയാണ്. അത് കടമെടുക്കേണ്ടത് എന്തിനാ? ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയാണ്. ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ ഗ്രോത്ത് റേറ്റ് കൂടി ഇന്ന് 7.28 വരെ എത്തുമെന്നും ഇതിൽ ബഡ്ജറ്റിൽ നിർമ്മലാജി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഗ്രോത്തിൻ്റെ റേറ്റ് ആക്സിലറേറ്റ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, സ്റ്റേബിൾ ചെയ്യുക, ഓഗ്മെൻറ്റ് ചെയ്യുക, യുവാക്കളെ ഉപയോഗിക്കുക, വിമനെ ഉപയോഗിക്കുക, എല്ലാ മേഖലയും ടച്ച് ചെയ്യുക. എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ട് നമ്മൾ പിടിച്ചെടുക്കുക എന്ന് പറയുന്നതിനുപരി പ്രോബ്ലം സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ 29 എണ്ണം കൊടുത്തത് 29 പോലെ എത്രയോ പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കടമെടുത്താണ് ചിലവാക്കുന്നത്. കടമെടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ പോകണം, ശമ്പളം കൊടുക്കാനൊക്കത്തില്ല, പ്രോപ്പർ അക്കൗണ്ടിങ് വേണം, റെസ്പോൺസിബിൾ സ്പെൻഡിങ് വേണം, ഈസ് ഓഫ് ഗവേണൻസ് വേണം. ഇങ്ങനെയൊക്കെയുള്ള ഫിലോസഫി പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എവറി പൈ യു ബോറോ യു ഹാവ് ടു സ്പെൻഡ് കെയർഫുള്ളി ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അലോൺ. അപ്പോൾ ഓരോ പ്രോജക്റ്റ് നമ്മൾ പ്രസൻറ്റ് ചെയ്യൂ, കിട്ടും, പൈസ കിട്ടും, സംശയമൊന്നുമില്ല. വി ഹാവ് ലോട്ട് ഓഫ് മണി വിതിൻ ദ ബഡ്ജറ്റ് ദാറ്റ് ക്യാൻ ബി ഗിവൺ ഫോർ അപ്രോപ്രിയേറ്റ് ഫണ്ടിങ്. ഇത് എത്രയോ എണ്ണം പറഞ്ഞിരിക്കുന്നത്. വാട്ടർ വേക്ക് യു ക്യാൻ ഗിവ് പ്രോജക്ട്സ്. യു ലുക്ക് അറ്റ് ദറ്റ് റെയർ എർത്ത് കോറിഡോർ നോക്കൂ. കൊല്ലത്ത് വരാൻ പോകുന്ന ചേഞ്ച് എന്താണെന്നറിയാം? 15 to 20 years എങ്കിലും മിനിമം on an average estimated 30,000 to 50,000 crore income annually, which means ഇവിടുത്തെ ധാതുക്കൾ കൊണ്ടുപോകാനുള്ള ഗൂഢശ്രമമാണോ എന്നതാണ് ഇതിനെതിരെ ഉയർന്ന വിമർശനം. മുഖ്യമന്ത്രി അക്കാര്യം ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു, പ്രതിപക്ഷ നേതാവ് അക്കാര്യം ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു. കുത്തകകളെ ഏൽപ്പിക്കാനാണ്, ഇതിന്റെ ലൂട്ടിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രവുമല്ല സംസ്ഥാനങ്ങളുമായി കൂടിയാലോചിച്ച് വേണം നടപ്പാക്കാൻ എന്നും കൂടി പറയുന്നു. അങ്ങനെ നിങ്ങൾ കയറി പറഞ്ഞു, ഞാൻ പറയത്തില്ല. ഒരു കാര്യം ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ കേരള റെയർ എർത്ത് കോറിഡോറിൽ കേരളയ്ക്ക് കിട്ടിയ പ്രോജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എന്താണെന്നറിയോ? It will generate huge amount of income every year. It will increase the GDP by 0.5 to 1%. There will be a job revolution in different areas, high value areas. There will be an industry revolution over there. അതെന്താ നിങ്ങൾ കാണാത്ത? ഒന്നത്. രണ്ടാമത് കേരളത്തിൻ്റെ കാഷ്യൂ, കോക്കനട്ട് ആൻഡ് സ്പൈസസ് ഏരിയയിലുള്ള ബൂസ്റ്റ്, അതെന്താ കാണാത്തത്? യുവാക്കൾക്കുള്ള ബൂസ്റ്റ്. 5 യൂണിവേഴ്സിറ്റി ടൗൺഷിപ്പ് കൊണ്ടുവരാൻ പോകുന്ന ചേഞ്ച്. ഈ എല്ലാ പ്രോജക്റ്റ് കമ്പണൻസും ഡയറക്റ്റായിട്ട് പേര് പറഞ്ഞ് കേരളത്തിന് തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെറുതായിട്ട് കാണേണ്ടത് എവറി പ്രോജക്റ്റ് കമ്പോണൻറ്റ് ഹാസ് ഗോട്ട് ആക്സസ് ഫോർ ദ സ്റ്റേറ്റ്. അതിനുള്ള എന്താ പറയുക, അതിനുള്ള ആക്ഷൻ നമ്മൾ എടുക്കണം. വാട്ടർ വേസ്, വൈ ഡോണ്ട് യു ഗിവ് എ പ്രോജക്റ്റ്? University center, why don't you give a project? Skilling unit, why don't you give a project? Biopharma, why don't you give projects? MSME promotion, IT sector, semiconductor. You have empty number
opportunities here which is available for all the states. പേര് പറഞ്ഞ് കേരളം കേരളം എന്ന് കൊടുത്തുന്ന ആ രീതിക്ക് മാറി any state capable of taking up a project can avail fund. അതാണ്, it is not cold, it is very hot, full of money. It is geared for positive change, accelerated change. 7.2 അപ്പുറം പോകാൻ തന്നെയാണ്. പിന്നെ എങ്ങനെ ഈ 12 കൊല്ലം കൊണ്ട് ലോകത്തിലെ 4ാമത്തെ ശക്തിയായി മാറി? ഇത് നമ്മളേരെയും കണക്കല്ല, വേൾഡ് ബാങ്കിൻ്റെ കണക്കല്ലേ. അപ്പോൾ അങ്ങനെ കണ്ണുടച്ച് ഓപ്പോസിഷൻ എന്തും പറയും. എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല. ഓപ്പോസിഷൻ പറയണം, ക്രിട്ടിസൈസ് ചെയ്യണം. അപ്പോഴേ നമ്മൾ 2 പ്രാവശ്യം ആലോചിക്കും. കേരളത്തിന് ഫണ്ട് വരും, തീർച്ചയായിട്ടും വരും. കേരളത്തിലല്ല, എല്ലാ സ്റ്റേറ്റിലും വരും. നോക്കൂ, ഇവിടെ ഇപ്പോ കേരളത്തെ സാമ്പത്തികമായി കേന്ദ്രം വരിഞ്ഞു മുറുക്കുന്നു എന്നതാണല്ലോ ഏറ്റവും വലിയ പരാതി കേന്ദ്രത്തിന്. അത് ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെയും ആവർത്തിച്ച് പറയുന്ന കാര്യവും അത് തന്നെയാണ്. അവിടെയാണ് ഈ ബജറ്റിൽ പോലും BJPക്ക് വോട്ട് പിടിക്കാൻ ജനങ്ങൾക്ക് മുന്നിൽ ചൂണ്ടിക്കാട്ടാൻ ഒരു പ്രഖ്യാപനം പോലും കേരളത്തെ സ്പെസിഫിക് ആയിട്ട് എടുക്കുമ്പോൾ ഇല്ലാത്തത്. അത് നിങ്ങൾ എങ്ങനെ പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തും? ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷകളാണല്ലോ BJP വെച്ച് പുലർത്തുന്നത്. നിങ്ങൾക്ക് സാധ്യതകളുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നലുള്ള തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് അങ്ങനെ പ്രഖ്യാപനം ഉണ്ടാകുന്നില്ല? മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ പ്രഖ്യാപനമുണ്ട്, ബീഹാറിലുണ്ട്, മറ്റ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുണ്ട്. എന്തുകൊണ്ട് കേരളത്തിലേക്ക് വരുമ്പോൾ പോലും അതില്ലാതെ പോകുന്നു? കേരളത്തിൽ ഇല്ലാതെ പോവില്ല, അതിവിടെ തോന്നലാണ്. ഓപ്പോസിഷൻ പറയുന്നത് അതേ റിപ്പീറ്റ് ചെയ്യാണ്. അങ്ങനെയല്ല, കേരളത്തിന് ഫണ്ട് വരും. ഈ പറഞ്ഞ എല്ലാ സമസ്ത മേഖലയിലും വരും. പോർട്ടിൽ വരും, റോഡിൽ വരും, ഹൈവേയിൽ വരും, യൂണിവേഴ്സിറ്റിയിൽ വരും, ടൂറിസത്തിൽ വരും, ഹെൽത്തിൽ വരും, സെമി കണ്ടക്ടർ വരും, ദർ വിൽ ബി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വരും. നമ്മുടെ ഓബ്ജക്റ്റീവ് തന്നെ കേരള ഷുഡ് ബി എ ഗ്ലോബൽ ഡെസ്റ്റിനേഷൻ ഫോർ എഡ്യൂക്കേഷൻ, ഗ്ലോബൽ ഡെസ്റ്റിനേഷൻ ഫോർ ഹെൽത്ത്, ഗ്ലോബൽ ഡെസ്റ്റിനേഷൻ ഫോർ ലിവിങ് ഫെസിലിറ്റീസ്. ഓൾ ദീസ് തിങ്സ് വിൽ കം. ഇഷ്യൂ എന്താണ്? ഇവിടെ 10 കൊല്ലം ഇവിടെ ഇരുന്ന ഗവൺമെൻറ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞാൽ കടമെടുത്ത് ദൈനംദിന പരിപാടി നടത്തുക. 22 ലക്ഷം കോടിയാണ് 10 കൊല്ലം ചിലവാക്കിയിരിക്കുന്നത്. ഇവിടെ ഒരു ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുള്ള എക്സെപ്റ്റ് സെൻട്രൽ ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള പോർട്ടുകളോ അല്ലെങ്കിൽ ഹൈവേകളോ അല്ലാതെ ഇതാണ് വന്നിട്ടുള്ളത്. ഇതെല്ലാം കിട്ടണ പക്ഷേ എന്തുകൊണ്ടാണ് ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ രാജീവ് ചന്ദ്രശേഖരന് ഇന്ന കാര്യങ്ങൾ ബജറ്റിലുണ്ട് എന്ന് പറയാൻ പറ്റാതെ പോയത്? അദ്ദേഹം പറയുന്നു ഇതിനെല്ലാം കാരണം, ഒന്നുമില്ലാത്തതിന് കാരണം സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പോകേണ്ടി വന്നു അദ്ദേഹത്തിന്. നോക്കൂ, ഇവിടെ ഇപ്പോൾ വടക്കൻ കേരളത്തിൽ നിന്ന് CPM നയിക്കുന്ന ജാഥ, MV ഗോവിന്ദൻ നയിക്കുന്ന ജാഥ ആരംഭിച്ചിരിക്കുന്ന ദിവസമാണ്. എന്തായിരിക്കും ആ ജാഥയിൽ ജനങ്ങളോട് CPM പറയാൻ പോകുന്നത്? ഈ ബജറ്റിനെ കുറിച്ചായിരിക്കും, കേരളത്തോട് കേന്ദ്രം കാട്ടിയ ഈ അവഗണനയെ കുറിച്ചായിരിക്കും. ഡെഫിനറ്റായിട്ട് ഞാൻ പറയാം. ചന്ദ്രശേഖർജി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ജലജീവൻ മിഷന് കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് 32 ലക്ഷം ആൾക്കാർക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. വീടിന് ആവാസ് യോജന കൊടുത്തിട്ട് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. ആയുഷ്മാൻ ഭാരത് കൊടുത്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. കൊടുത്ത പ്രോജക്റ്റിൻ്റെ പൈസ എല്ലാം ഡൈവേർട്ട് ചെയ്ത്, ഈവൻ ഷെഡ്യൂൾഡ് കാസ്റ്റിന് കൊടുത്ത പൈസ പോലും ഡൈവേർട്ട് ചെയ്ത് അത് വേറെ അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിനോ അല്ലെങ്കിൽ പാർട്ടി റിലേറ്റഡ് വർക്കിനോ അല്ലെങ്കിൽ ആൾക്കാരുടെ അവരെ ഇഷ്ടമുള്ളവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനോ ഡൈവേർഷൻ ഓഫ് ഫണ്ട്സ്, അക്കൗണ്ട് കൊടുക്കാതിരിക്കുക, പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക, ഓഡിറ്റ് ചെയ്യാതിരിക്കുക. പിന്നെ എങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വരും? കേന്ദ്രത്തിൽ നിന്ന് 1 രൂപ തന്നാലും, കേന്ദ്രത്തിൽ നിന്നല്ല എവിടെ നിന്നായാലും 1 രൂപ തന്നാലും പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണം, പ്രോപ്പറായിട്ട് ഓഡിറ്റ് ചെയ്യണം, പ്രോപ്പറായിട്ട് അക്കൗണ്ട് കൊടുക്കണം, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, എന്നിട്ടേ അടുത്തത് കിട്ടൂ. ഇത് ജനത്തിന് വല്ലതും അറിഞ്ഞുകൂടെ? ഞാൻ ചോദിക്കട്ടെ, എത്രയോ 1500ഓളം സൊസൈറ്റി, 500ഓളം കോടി രൂപ സൊസൈറ്റികളിൽ കൂടെ ഉള്ള ഫ്രോഡ് നടന്നു എന്ന് പറയുന്നത് ഈ പാവപ്പെട്ടവരെല്ലാം അനുഭവിക്കുന്നത്. ഇവിടെ ഓഡിറ്റ് നടന്നെങ്കിൽ അത് വരുമോ? വി ആർ ഇൻ ബാങ്ക്രപ്സി, വി ആർ ഇൻ കയോസ്, വി ആർ ഇൻ ഡിസാസ്റ്റർ. നമുക്ക് ഗവേണൻസ് ഇല്ല. ഇവിടെ ആകെ ഞാൻ ഒബ്സർവ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് കടമെടുക്കുക, അത് പാർട്ടി പെൻഷന് പ്രധാനമായിട്ട് പാർട്ടി ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ ഉപയോഗിക്കുക, അല്ലെങ്കിൽ സാലറി കൊടുക്കാൻ ഉപയോഗിക്കുക, അല്ലെങ്കിൽ പാർട്ടി നർച്ചർ ചെയ്യാൻ ഉപയോഗിക്കുക, കേഡർ സ്ട്രെങ്ത് കൂട്ടാൻ ഉപയോഗിക്കുക. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ 3.6 കോടി ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഗവൺമെൻറ് വർക്ക് ചെയ്യുന്നത്. ദിസ് ഗവൺമെൻറ് ഈസ് ഫോർ ദെയർ പാർട്ടി കേഡർ ഉള്ളി. നിങ്ങൾക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടുമോ പാർട്ടി കേഡറിലല്ലെങ്കിൽ? നിങ്ങൾക്ക് പിന്നെ എന്ത് ഫെസിലിറ്റി കിട്ടും? ഈവൻ ദി സ്കീംസ് കിട്ടണമെങ്കിൽ പോലും, വീട് കിട്ടണമെങ്കിൽ പോലും നിങ്ങൾ പാർട്ടി കേഡറിലേക്ക് കിട്ടുമോ? ഈസ് ഇറ്റ് ആൻ ഇക്വിറ്റബിൾ സ്റ്റേറ്റ്? ആർ ദേ ഡൂയിങ് ജസ്റ്റിസ്? ഇതൊക്കെ പച്ചയ പരമാർത്ഥമാണ് നടക്കുന്നത്.
അതുകൊണ്ട് 10 കൊല്ലം അങ്ങനെയുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ടോ? നമ്മൾ ഇപ്പോൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നതെന്ന് അറിയാമല്ലോ. അങ്ങനെ പാർട്ടിക്കാർക്ക് മാത്രം വീട് കൊടുത്താൽ ആ വാർത്തകൾ അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളൊക്കെ രഹസ്യമായിരിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞാൽ അതിന് ഉദ്ദേശം ലാർജ്ലി ഇറ്റ് ഈസ് ഗോയിങ് ഇറ്റ് ഈസ് പാർട്ടി സെൻട്രിക്. മറ്റുള്ളവരെ പേരിന് വേണ്ടി കൊടുക്കും. യു ഗോ ടു യൂണിവേഴ്സിറ്റി അപ്പോയിന്റ്മെന്റ്സ്, യു ഗോ ടു പബ്ലിക് സെക്ടർ അപ്പോയിന്റ്മെന്റ്സ്. ഓക്കെ, ശ്രീ എ സമ്പത്ത്, നോക്കൂ, ഇവിടെ ഇപ്പോൾ കേരളത്തിന്റെ വിഹിതം 1.92% 2.38% ഉയർന്നിട്ടുണ്ട്. ഏതാണ്ട് 11,855 കോടി രൂപയുടെ വർധനയാണ്. ഇതുകൂടി മുന്നിൽ, ഇതല്ല ഇതിനപ്പുറം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് കഴിഞ്ഞ ദിവസം KN ബാലഗോപാൽ നടത്തിയത്. അവിടെ കേന്ദ്രത്തിന്റെ 15ാം ധനകാര്യ കമ്മീഷൻ ശുപാർശ പ്രകാരമാണ് എങ്കിൽ പോലും അത് ഇപ്പോൾ കേരളത്തിന് അനുഗ്രഹമായി വരികയാണ്. ആ പണം വാങ്ങിയിട്ട് ഒന്നും തന്നില്ല എന്ന് ഈ ജാഥയിൽ പറഞ്ഞാൽ ജനം വിശ്വസിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. അപൂർവ ധാതുക്കളുടെ ഇടനാഴി, കടലാമ സംരക്ഷണ കേന്ദ്രം, നാളികേര പ്രോത്സാഹനം, ആയുർവേദ ചികിത്സാ പ്രോത്സാഹനത്തിനുള്ളതും ഒക്കെ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ കേരളത്തെയും സ്വാധീനിക്കുന്നതാണ്. ക്യാൻസർ മരുന്നുകൾക്ക് ഉൾപ്പെടെ വരുന്ന വിലക്കുറവുകൾ, അങ്ങനെ കേരളത്തെ ഇൻഡയറക്റ്റായി എന്നുവെച്ചാൽ എല്ലാവർക്കും ബാധകമാകുമ്പോൾ കേരളത്തിനും അനുഭവവേദ്യമാകുന്ന ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഇതിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. മാത്രവുമല്ല, സാമ്പത്തിക പ്രതിസന്ധി, താരിഫ് വിഷയം, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ബജറ്റാണ് ഇത് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ അവർക്ക് കഴിയില്ലേ? ശ്രീമതി നിർമ്മല സീതാരാമനോടുള്ള എല്ലാ ബഹുമാനവും സൂക്ഷിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ശ്രീ CP ജോൺ പറഞ്ഞതിൽ നിന്ന് ഒരു പടി കൂടി കടുപ്പിച്ച് ഞാനത് പറയുകയാണ്. ഇറ്റ്സ് എ ഹൊറിബിൾ, ടെറിബിൾ ആൻഡ് മിസറബിൾ ബഡ്ജറ്റ്, ഹോപ്പ്ലെസ് ബഡ്ജറ്റ്. ഞാൻ ഡോക്ടർ അബ്ദുൽ സലാം എന്നെക്കാൾ കൂടുതൽ പ്രായമുള്ള ആളായതുകൊണ്ട് ഞാൻ ഈ കുറച്ച് നിയന്ത്രണം പാലിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വൈസ് ചാൻസലർ ആവാനായി ഗവൺമെൻറ്റിൻ്റെ ഇടപെടണ്ട ഞാനങ്ങ് പച്ചക്കങ്ങ് പറയുകയാണ്, പോയിന്റ് ബ്ലാങ്കായി തന്നെ പറയുകയാണ്. അദ്ദേഹത്തിന് വൈസ് ചാൻസലർ ആവാൻ ഇപ്പോൾ കഴിഞ്ഞില്ല എങ്കിൽ അതിപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആക്കാനായി BJP നേതാക്കളോട് പറഞ്ഞാൽ മതി. ആ കാര്യത്തെ സംബന്ധിച്ച് ഈ മെനി ഹാവ് ഐസ് ബട്ട് ഡു നോട്ട് സീ, മെനി ഹാവ് ഇയേഴ്സ് ബട്ട് ഡു നോട്ട് ഹിയർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ബൈബിളിലൊരു വാചകമുണ്ട്, നസ്രയത്തിൽ നിന്നും നന്മ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളത് കൂടി. ഇവിടെ ഈ ബഡ്ജറ്റ് എന്നുള്ളത് കേരളത്തോടുള്ള അവഗണന മാത്രമല്ല, കേരളത്തെ ആക്ഷേപിക്കലാണ്, പരിഹസിക്കലാണ്, നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിന്ദിക്കുമ്പോൾ അത് തന്നെയാണ് നല്ലത് എന്ന് ചെണ്ടകൊട്ടി പാടാനാണ് നമ്മുടെ BJPക്കാർ പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു 3 മിനിറ്റ് എടുത്തോട്ടെ. ഇവിടെ കോർപ്പറേറ്റ് ഹൗസുകൾക്ക് ബിസിനസ് അതൊരു എൻജിൻ ഓഫ് ഗ്രോത്ത് ആണ്, ശരിയാണ്. നമ്മൾ ഈ പൊതുമേഖലയോടൊപ്പം സ്വകാര്യ മേഖലയ്ക്കുള്ള എല്ലാ സഹായങ്ങളും അത്തരത്തിൽ നൽകണം. പൊതുമേഖലയെ വിറ്റു തുലച്ചുകൊണ്ടാവരുത്. ഇവിടെ വല്ലാതെ നമ്മൾ ഈ നികുതി ഇളവുകളും ഒക്കെ തന്നെ അത്തരത്തിൽ കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, സ്വകാര്യ മേഖലയുടെ നിക്ഷേപം നമ്മളിവിടെ കണക്കാക്കുമ്പോൾ കോർപ്പറേറ്റുകളുടെ നിക്ഷേപം എത്രയാണ്? ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ 2023-24 3.91 ലക്ഷം കോടി രൂപയാണ് നിക്ഷേപം നടന്നത്. ഇനി 2024-25 അത് 3.67 ലക്ഷം കോടി രൂപയായി അത് കുറഞ്ഞു. അതേസമയം വൻകിട കോർപ്പറേറ്റുകളുടെ ലാഭം എന്നുള്ളത് 2020-21 2.5 ലക്ഷം കോടി രൂപയായിരുന്നത് 2024-25 ആയപ്പോൾ 7.1 ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചു. കൊള്ളലാഭം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വേദനിക്കുന്നുവെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഇവിടെ ഈ വായ്പകൾ എഴുതി തള്ളുകയാണ്. ആരുടെ വായ്പയാണ് എഴുതി തള്ളിയത്? ശ്രീ CP ജോണിൻ്റെയോ അല്ല സമ്പത്തിൻ്റെയോ ഡോക്ടർ അബ്ദുൽ സലാമിൻ്റെയോ അല്ല രേണുകയുടെയോ അല്ല നമ്മുടെ ഈ പ്രേക്ഷകരുടെ ആരുടെയെങ്കിലും വായ്പകളാണോ എഴുതി തള്ളിയത്? വമ്പൻ കോർപ്പറേറ്റുകളുടെ വായ്പകളാണ് എഴുതി തള്ളിയത്. പാർലമെൻറ്റിൽ നൽകിയതായ കണക്ക്, ഇതേ ധനകാര്യമന്ത്രി നൽകിയതായിട്ടുള്ള ആ കണക്ക് 2025 ഓഗസ്റ്റ് 19 A റഹീമിൻ്റെ ചോദ്യം നമ്പർ 2958 മറുപടിയാണ്. ആ മറുപടിയിൽ ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ് 2020-21 90,641 കോടി രൂപയുടേതായ വായ്പകൾ എഴുതി തള്ളി. റിട്ടേൺ ഓഫ് ലോൺസ് എന്നാണ്, റിട്ടേൺ ഓഫ് ആണ്, റീസ്ട്രക്ചറിങ് അല്ല. 2021-22 57,541 കോടി രൂപ, 2022-23 72,108 കോടി രൂപ, 2023-24 58,359 കോടി രൂപ, 2024-25 എത്താൻ പോകുന്ന 70,000 കോടി രൂപയ്ക്കപ്പുറമുള്ള നിലയിലേക്ക് എത്തുകയാണ് ഈ കാര്യത്തിനെ സംബന്ധിച്ച്. അപ്പോൾ ഈ കഴിഞ്ഞ ഇത്രയും കൊല്ലക്കാലം ഇത് നടക്കുമ്പോൾ തന്നെ അവിടെ ഈ ഫിനാൻഷ്യൽ സെക്ടറിൽ ഹെയർ കട്ട് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പല കമ്പനികളും അത് ലിക്വിഡേറ്റ് ചെയ്യപ്പെടുമ്പോൾ ആ ലിക്വിഡേറ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് വേറെ ചില ആളുകൾ വരിക, ദേ സ്റ്റെപ്പ് ഇൻ ടു ദ പെയർ ഓഫ് ഷൂസ്, അവർ ഈ പറയുന്നതുള്ള കടമെടുക്കുക, ആ കടമെടുക്കുന്ന നമ്മുടെ തന്നെ പണം തന്നെ കടമെടുക്കുക എന്നുള്ള നിലയിലേക്ക് വരിക. ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഇതെല്ലാം എഴുതി കൊടുത്താൽ ഇത്തരം കാര്യങ്ങൾ കിട്ടുമോ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ കേരളത്തിൽ ഇവിടെ ഈ കൊല്ലം കോട്ടപ്പുറം പാത ഉൾപ്പെടെ കേരളത്തിൻ്റെ തെക്ക് മുതൽ വടക്കേ അറ്റം വരെയുള്ള ജലപാത ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോജക്റ്റ് കൊടുത്തിട്ട് എത്ര വർഷമായി?
ഞാൻ പാർലമെൻറ്റ് അംഗമായിരിക്കുന്ന കാലത്ത് തന്നെ കേരളത്തിലെ LDF UDF MP മാർ സംയുക്തമായി ഇക്കാര്യത്തിൽ ധനകാര്യമന്ത്രിയെ കണ്ട് ഇക്കാര്യത്തിൽ സംസാരിച്ചു. എവിടെ ഇക്കാര്യത്തിൽ തീരുന്നില്ല. കേരളത്തിലെ റെയിൽപാത, ആ റെയിൽപാതകൾ നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ പുതിയ തീവണ്ടി സർവീസുകൾ വരുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ ഒരു മിനിറ്റ് എടുത്തോട്ടെ. 17ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് ഇന്ത്യയുടെ റെയിൽവേ വകുപ്പ് മന്ത്രി, അന്ന് ഞാൻ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ MP ആണ്, 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഈ തിരുവനന്തപുരം സൗത്ത് എന്ന് പിന്നീട് പുനർനാമകരണം ചെയ്യപ്പെട്ട നേമം സ്റ്റേഷൻ്റെ അതിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കുറേ പ്രഖ്യാപനങ്ങൾ നടത്തി. എവിടെ പോയി അത്? വെള്ളത്തിൽ വരച്ച വര പോലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കണം. അതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പാണ് ഓൺലൈനിൽ അത്തരത്തിൽ അദ്ദേഹം വീഡിയോ കോൺഫറൻസിങ്ങിൽ കൂടിയാണ് ഇക്കാര്യങ്ങളെല്ലാം അവിടെ ഉദ്ഘാടനം ചെയ്തത്. പ്രോജക്റ്റ് കൊടുക്കാത്തത് കൊണ്ടാണ് കിട്ടാത്തത് എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ BJPക്കാരുടെ ധാരണ, നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ കേന്ദ്ര സർക്കാർ എന്ന് പറയുമ്പോൾ ഇവർക്കെല്ലാം ഉള്ളൊരു മിഥ്യാധാരണയുണ്ട്. എല്ലാ അധികാരങ്ങളും വിഭവങ്ങളും എല്ലാം ഞങ്ങളിലാണ് കേന്ദ്രീകരിച്ച് മുകളിലുള്ളത്, അവിടെ നിന്ന് പെർക്കുലേറ്റ് ചെയ്ത് ഇറ്റിട്ട് താഴേക്ക് വീഴേണ്ടതാണ് എന്നുള്ളത്. അങ്ങനെ അല്ല. ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. സംസ്ഥാനങ്ങളിൽ നിന്നാണ് പിരിച്ചെടുക്കൽ, സംസ്ഥാനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുകയാണ്. ആ പിരിച്ചെടുക്കുന്ന തുകയാണ് ഈ മൊത്തം ഇവിടെ ഈ പറയുന്നതായിട്ടുള്ള ഭരണനിർവഹണത്തിൻ്റെ 78% നിർവഹിക്കുന്നത് സംസ്ഥാനങ്ങളാണ്. 78%. ആ വിധത്തിൽ അവർക്ക് പണം കിട്ടുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അവിടെ കൊടുക്കേണ്ടത് നൽകുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഇന്നത്തെ പ്രധാനമന്ത്രി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത്, ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്ത്, 15ാം ലോക്സഭയുടെ കാലത്ത് അദ്ദേഹം പറഞ്ഞു 50% തുകയെങ്കിലും സംസ്ഥാനങ്ങൾക്ക് തിരികെ നൽകണം. എന്തേ പറഞ്ഞത്? ഒഴുകിപ്പോയോ? ഇപ്പോൾ പറയുകയാണ് ഈ കാര്യത്തെ സംബന്ധിച്ച്. BJPക്കാർക്ക് ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിന് ഒന്നും കിട്ടരുത് എന്നുള്ളതാണ്. അങ്ങനെ കിട്ടാതിരിക്കണം. അല്ല, ഇതിന് വേറെ കൂടുതലൊന്നും വേണ്ട. ഇവിടെ അല്ല, ഞാൻ സോറി ഫോർ ദ ഇൻട്രപ്ഷൻ. വയനാട്ടിൽ ദുരന്തമുണ്ടായി, പ്രകൃതി ദുരന്തം വന്നു, കണ്ടു, കെട്ടിപ്പിടിച്ചു, പോയി, പണമെടുത്തു. എവിടെ തന്നു പണം? ഇക്കാര്യത്തിൽ ഇവിടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഇടപെട്ടു. ഇവിടെ പാവപ്പെട്ട ആളുകൾ എടുത്തതായിട്ടുള്ള വായ്പകൾ, നിങ്ങൾ ആ വായ്പകൾ എഴുതിത്തള്ളതിനെ സംബന്ധിച്ച് ഒരക്ഷരം വേണ്ടിയിട്ടില്ല BJPയും ഇന്ത്യ ഗവൺമെൻറ്റും. ആ വായ്പകൾ മുഴുവൻ കേരള ഗവൺമെൻറ് ഏറ്റെടുക്കുന്നതായ സ്ഥിതിയിലേക്ക് വന്നു. ഇവിടെ ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കുറേ പദ്ധതികളുണ്ട്. ആ പദ്ധതി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരൊക്കെ മാറ്റി റാംജി ഒക്കെയായി. ഇപ്പോൾ ഫലത്തിൽ 86,000 കോടി രൂപയുടെ 50,000 കോടി രൂപയുടെ വെട്ടിക്കുറകൾ ഇപ്പോൾ തന്നെ ഉണ്ടായി. ഈ BJPയുടെ സഖ്യകക്ഷിയായിട്ടുള്ള തെലുങ്കുദേശം പാർട്ടി പറയുകയാണ്, ഇത് നടപ്പാക്കണമെങ്കിൽ ഞങ്ങൾക്ക് 2,500 കോടി രൂപ ഈ വർഷം തന്നെ ലഭിക്കണം, എങ്കിലേ ഇത് നടപ്പാക്കാൻ പറ്റൂ. ഈ 40% ഭാരവും സംസ്ഥാനങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കുകയാണ്. പണമല്ല ഇങ്ങ് വരട്ടെ എന്നാണ്, എല്ലാ പണവും ഇങ്ങോട്ടേക്ക് വരട്ടെ എന്നാണ്, ഞങ്ങളിത് വീതിച്ചിത്തരത്തിലെല്ലാം കൊടുത്തുകൊള്ളാം എന്നുള്ള നിലയിലേക്കാണ്. അത് ഞങ്ങൾ കോട്ട് ചെയ്താൽ, അങ്ങനെയാണല്ലോ ഒരു മന്ത്രി, യൂണിയൻ സഹമന്ത്രി ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് പോയത് തന്നെ ഭരണഘടനാ ലംഘനമാണ്. ഞങ്ങൾ കോട്ട് ചെയ്താൽ എന്നുള്ള നിലയിലേക്ക് ഇവിടെ ആർക്ക് വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതല്ല. കേരളത്തിൻ്റെ റെയിൽവേ വികസനത്തിന് ഏറ്റവും മുന്തിയ പരിഗണന നൽകിയിട്ടുള്ളത് പ്രൊഫസർ മധു ദന്തവതെ 1977 റെയിൽവേ മന്ത്രി ആയിരിക്കുമ്പോഴാണ്. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് റെയിൽവേ ഡിവിഷൻ സ്ഥാപിതമാകുന്നത്. തിരുവനന്തപുരം സെൻട്രൽ തൊട്ട് തെക്കോട്ട് കന്യാകുമാരിയിലേക്കുള്ള റെയിൽപാതയ്ക്ക് വേണ്ടിയുള്ള തുടക്കമെല്ലാം കുറിക്കുന്നത് അങ്ങനെയാണ്. MP-മാർ 20 പേരും അങ്ങനെ ഇന്ത്യ ഗവൺമെൻറ്റിന് പിന്തുണ കൊടുത്തുകൊണ്ടൊന്നുമല്ല അന്ന് സംഭവിച്ചത്. ഇന്ത്യയായി കാണണം, ഇന്ത്യയുടെ അതിൻ്റെ ഫെഡറൽ സ്ട്രക്ചറിൻ്റെ കീഴിലാണ് ഇവിടെ കത്തിവയ്ക്കുന്നത്. ഇത് ജനവിരുദ്ധ ബഡ്ജറ്റാണ്, ഫെഡറൽ വിരുദ്ധ ബഡ്ജറ്റാണ്. ശരി, ശ്രീ CP ജോൺ, നോക്കൂ, ഇന്ന് ഏറ്റവും കൂടുതൽ നിർമ്മലാ സീതാരാമൻ ഉപയോഗിച്ച വാക്ക് ടാക്സ് ആണ്. ടാക്സ് എങ്ങനെ പിരിക്കാം എന്നതിൽ ഊന്നി കുറേ അധികം കാര്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. പിന്നീട് വിദേശത്തേക്ക് പോകുന്നവർക്കും അവിടെ പഠിക്കുന്നവർക്കും ഒക്കെ നൽകിയിട്ടുള്ള TCS ഇളവുകളാണ്. ഇന്ത്യൻ ഡാറ്റാ സെന്റർ സ്ഥാപിച്ച് ക്ലൗഡ് സേവനം നൽകുന്ന കമ്പനികൾക്ക് 2047 വരെയുള്ള നികുതി ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദേശ വിനോദയാത്ര പാക്കേജിന് TCS കുറയും, ആരോഗ്യ വിദ്യാഭ്യാസത്തിന് TCS കുറയും. അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത് എന്താണ്? അതിന് ഈ താരിഫ് കട്ടുമായി മറ്റ് രാഷ്ട്രങ്ങളുമായി ഉണ്ടാക്കാൻ പോകുന്ന വ്യാപാര കരാറുകളുമായിട്ടെങ്ങാനും ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളുണ്ടോ? ആ സാഹചര്യങ്ങളെ മറികടക്കുക എന്തെങ്കിലും ലക്ഷ്യമാണോ? അത്തരത്തിലുള്ള വലിയ ഹൈ എയിംസ് ഒന്നും അവരുടെ ഇതിനകത്തില്ല. പക്ഷേ ടാക്സിൻ്റെ കാര്യത്തിൽ അവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന രീതിയിൽ കുറേ ടെക്നിക്കലായിട്ടുള്ള ടാക്സ് കുറവുകൾ, ചെറിയ ചെറിയ ബണ്ടിലിങ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അത് നമുക്കൊരു ഈ ഒരു പ്രസംഗം കൊണ്ട് മാത്രം വായിച്ചാൽ മനസ്സിലാവുന്നില്ല. നമ്മുടെ ഫിനാൻസ് ബില്ല് വിശദമായിട്ട് വായിക്കുമ്പോൾ മാത്രമേ അതിനെ സംബന്ധിച്ചൊരു ചർച്ച തീർച്ചയായിട്ടും പ്രസക്തമായിട്ടുള്ളത് തന്നെയാണ് ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ നമ്മുടെ GSTയുടെ കാര്യത്തിൽ GST കൗൺസിൽ വന്നതുകൊണ്ട് GST കൗൺസിലിൽ കുറേ വെട്ടിക്കുറവുകൾ വരുത്തിയിട്ടുണ്ട്. പക്ഷേ GST വെട്ടിക്കുറവ് വരുത്തിയിട്ടുണ്ടെങ്കിലും കാര്യമായ ടാക്സ് കുറഞ്ഞെന്നോ കൂടിയെന്നോ ഒന്നുള്ള ഒരു റിപ്പോർട്ട് ഈ പ്രസംഗത്തിൽ
നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. പിന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ടാക്സ് ഇളവ് ഞാൻ കണ്ടത്, നമുക്കിപ്പോൾ ഒരു മോട്ടോർ ആക്സിഡൻറ്റ് സംഭവിച്ചു, ആ മോട്ടോർ ആക്സിഡൻറ്റിന് നമുക്ക് ക്ലെയിമായിട്ട് ഇപ്പോൾ ഒരു 10 ലക്ഷമോ 5 ലക്ഷമോ എത്രയായാലും കിട്ടി. അതിനൊക്കെയുള്ള ടാക്സ് ഇപ്പോൾ കുറവ് ചെയ്തിട്ടുണ്ട്. നല്ല കാര്യമാണ്. പക്ഷെ അതൊക്കെ വളരെ ചെറിയ ഒരു ശതമാനം ആളുകൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന രീതിയിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാവുന്നുവെങ്കിൽ പോലും ഒരു ബജറ്റ് പ്രസംഗത്തിലൊക്കെ പറയാവുന്ന അത്ര വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ജനങ്ങളാകെ നോക്കിയത് MSME സെക്ടറിൽ എന്തെങ്കിലും ടാക്സ് ഇളവുണ്ടോ. MSME സെക്ടറിൽ ഇപ്പോൾ ചെറിയ തരത്തിൽ ഇപ്പോൾ ചാമ്പ്യൻ MSME എന്നൊരു പേര് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ ചാമ്പ്യൻ MSMEയെക്കുറിച്ച് പറയുന്നത് നല്ലതാണ്. പക്ഷെ ഞാൻ എല്ലാ കാലത്തും ഈ ബജറ്റ് ചർച്ചയിൽ പറയുന്നൊരു കാര്യം, ഈ തകർന്നു പോയ MSMEകളുണ്ട്. ആ തകർന്നു പോയ MSMEകളെ പ്രത്യേകിച്ച് കോവിഡ് കാലത്തിൻ്റെ ഭാഗമായിട്ടും ഇപ്പോഴത്തെ ടാരിഫ് പ്രശ്നമായിട്ടുമൊക്കെ തകർന്നു പോയ MSMEകളും അല്ലെങ്കിൽ തകരാൻ സാധ്യതയുള്ള MSMEകളും അതേപോലെ തന്നെ ഇപ്പോൾ അവരുടെ ഭാഷയിൽ പറഞ്ഞ് ലെഗസി ഇൻഡസ്ട്രി, ഇവിടെ നിലനിൽക്കുന്ന കുറേ വ്യവസായങ്ങളുണ്ട്. ആ വ്യവസായങ്ങളെ സംരക്ഷിക്കാൻ അതിൻ്റെ ടാക്സ് എന്താണ് ചെയ്യേണ്ടത്, MSMEയുടെ കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് ഏവിയേഷൻ രംഗത്ത് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളുടെ ടാക്സ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യമാണ്. അത്തരം കാര്യങ്ങൾ, അത്തരം ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും തന്നെ അത് കിട്ടുന്നവർക്ക് ചെറുതാണെന്ന് ഞാൻ പറയുന്നില്ല. വെൽ ആൻഡ് ഗുഡ്, അത് നടന്നു പോട്ടെ. പക്ഷേ ഞാനിവിടെ പറയുന്നത് ഒരു ഓവർ ആർച്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി, MSMEക്ക് കൊടുക്കുന്ന പെർസെൻറ്റേജ് ഓഫ് ലോൺ, അതേപോലെ തന്നെ ഇൻകം ടാക്സിൻ്റെ പുതിയ പാക്കേജുകൾ, ഇതൊക്കെയാണ് ഓവർ ആർച്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതൊക്കെയാണ് നമ്മൾ ഒരു കേന്ദ്ര ബജറ്റിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ വിമർശിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും കടലാമ വന്നു, നത്തിങ് റോങ് ഇൻ ഇറ്റ്. ഇപ്പോൾ ബിഗ് കാറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, വലിയ വലിയ പൂച്ചകൾ എന്ന അർത്ഥത്തിൽ സിംഹം, പുലി, കടുവ, അങ്ങനത്തെ മൃഗങ്ങൾ, ആന തുടങ്ങിയിട്ടുള്ള കടുവകൾ ആഫ്രിക്കൻ സഫാരിയിലൊക്കെ ബിഗ് കാറ്റ്സ് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ആ ബിഗ് കാറ്റ്സിന് വേണ്ടിയിട്ടുള്ള കടുവകൾക്ക്, ആനകൾക്ക് ഒക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ ഒരു ലിപ്സ്റ്റിക് ഇടുന്ന പോലെയുള്ളൂ. അതൊക്കെ നമ്മുടെ വലിയ ഒരു ബജറ്റിൽ അതൊക്കെ പറയുന്നത് നമ്മൾ കോസ്മെറ്റിക് ആയിട്ടുള്ള വാല്യൂസാണ് അതിനുള്ളത്. അപ്പോൾ ഇത്തരം കോസ്മെറ്റിക്കായ കാര്യങ്ങൾ പോരല്ലോ, കാതലായ കാര്യങ്ങൾ. ആ കാതലായ കാര്യങ്ങളിൽ കൃഷിയുടെ വളത്തിൻ്റെ വില, വിഷത്തിൻ്റെ, അവർക്ക് പെസ്റ്റിസൈഡിൻ്റെ വില, അതുപോലുള്ള കാര്യങ്ങളിൽ ഒക്കെ തന്നെ മൗനം പാലിക്കുകയാണ്. കൃഷിക്കാരുടെ കടം, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ബെനിഫിറ്റ്സ്, SC/ST വിഭാഗങ്ങളുടെ നീക്കിരിപ്പിലുണ്ടായിട്ടുള്ള വർധനവ്, അവരുടെ സ്കോളർഷിപ്പിലുണ്ടായിട്ടുള്ള വർധനവ്, ഇത്തരത്തിൽ കാതലായ കാര്യങ്ങളെ പറയാതിരിക്കുകയും വളരെ കോസ്മെറ്റിക്കായ കാര്യങ്ങൾ പറഞ്ഞ് അതിന് പിന്താങ്ങേണ്ടവർക്കൊക്കെ കൊടുക്കുക. അതേസമയം ഇപ്പോൾ ഈ റെയിൽ കോറിഡോർ, അത് കാതലായ ഒരു കാര്യമാണ്. സിറ്റികൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോറിഡോറുകൾ ഞാൻ ഒട്ടും നിസ്സാരമായിട്ട് കാണുന്നില്ല. അവിടെ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു പരാതി വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം സിറ്റി എന്ന് പറയുമ്പോൾ അർബനൈസ്ഡ്. ഡോക്ടർ അബ്ദുൽ സലാം, നോക്കൂ, കേരളത്തോടുള്ള സാധ്യത, അല്ലെങ്കിൽ കേരളത്തിൽ BJPക്ക് എന്തെങ്കിലും സാധ്യതയുണ്ട് എന്നതിൻ്റെ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണോ കേരളത്തെ ഈ രീതിയിൽ അവഗണിക്കുന്നത് എന്നതാണ് സംശയം. കാരണം സാധാരണക്കാരെ കരുതുന്ന യാതൊന്നും തന്നെ ഈ ബജറ്റിലില്ല. ഈ ഇലക്ഷൻ നടക്കുന്ന സംസ്ഥാനങ്ങളിലുള്ള എല്ലാ നേതാക്കന്മാരും ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യം അതാണ്, സാധാരണക്കാരെ കരുതിയിട്ടില്ല. ബഡ്ജറ്റ് അനാലിസിന് വരുമ്പോഴത്തേക്ക് ഓപ്പോസിഷനും ഭരണപക്ഷവും ഇരുന്ന് അനലൈസ് ചെയ്യുമ്പം ഹൊറിബിളെന്നോ ടെറിബിളെന്നോ മിസറബിളെന്നൊക്കെ ഉപയോഗിക്കാം. അത് അടുത്തിരിക്കുന്ന പാർട്ടിസിപ്പൻ്റെ തലയിലോട്ട് കയറുന്ന ഒരു രീതി, അതായത് നിങ്ങൾ വൈസ് ചാൻസലർ ആവാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നുള്ള രീതിയിലുള്ള ആക്ഷേപം, താങ്കളോടുള്ള ബഹുമാനം കുറഞ്ഞു പോവുകയുള്ളൂ. അത് താങ്കളെ പോലെ ഒരാൾക്ക് ചേർത്തല്ല. അത് മാത്രം അവിടെ ഞാൻ പറയുന്നു. രണ്ടാമത്തെ കാര്യം ഞാൻ പറയണത്, ഈ ബഡ്ജറ്റ് നിങ്ങൾ ഫുള്ളായിട്ട് പഠിച്ചു നോക്കുമ്പോൾ ഇതിൽ 20-25 കമ്പണൻസ് ഇതിനകത്തുണ്ട്. അതുകൂടാതെ കഴിഞ്ഞ 12 കൊല്ലം ഇവിടെ കൊണ്ടുവന്ന 370 കൊല്ലം വിവിധ തരത്തിലുള്ള പ്രോഗ്രാംസ് ഉണ്ട്. ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, വെൽഫെയർ പ്രോഗ്രാംസ്, അഗ്രികൾച്ചർ പ്രോഗ്രാംസ്, ഇൻഫ്രാസ്ട്രക്ചർ പ്രോഗ്രാംസ് ഉണ്ട്. അതൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നതിനും ആക്കം കൂട്ടുന്നതിനും അതനുസരിച്ചിട്ട് നമ്മുടെ വികസിത ഭാരതത്തിൻ്റെ ഒരു വർഷമാണ് പോകുന്നത്. 2047 എത്തുന്നതിൻ്റെ ഒരു വർഷമാണ്, ആക്റ്റീവ് ഇയറാണ്. എല്ലാ സ്റ്റേറ്റുകൾക്കും എല്ലാ യൂണിയൻ ടെറിട്ടറിക്കും ഈക്വലായിട്ട് കിട്ടത്തക്ക രീതിയിലാണ്
ബഡ്ജറ്റ് വിഭാവനം ചെയ്തിരിക്കുന്നത്. എക്സെപ്റ്റ് ചില സ്പെസിഫിക് ഏരിയ, ഈ പറഞ്ഞ റെയിൽ കോറിഡോറെന്നോ അല്ലെങ്കിൽ മിനറൽ എർത്തെന്നോ ഒക്കെ പറഞ്ഞിട്ട് 5 യൂണിവേഴ്സിറ്റി ടൗൺഷിപ്പ്, വി ക്യാൻ ആസ്ക് ഫോർ ദാറ്റ്. അല്ലെങ്കിൽ സ്കിൽ യൂണിവേഴ്സിറ്റി, എയിംസ് വിൽ ബി കമ്മിങ്. ഇതൊക്കെ വരാതിരിക്കുമെന്നില്ല, ഡെഫിനറ്റ് ആയിട്ട് വരും. ഐ ടെൽ യു, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. കേരള വിൽ ഗെറ്റ് എനിത്തിങ് ആൻഡ് എവറിതിങ് ദാറ്റ് വി വിഷ്. അങ്ങനെ അതിന് മനസ്സുള്ള ഒരു പ്രൈം മിനിസ്റ്റർ തന്നെയാണ് ഡൽഹിയിൽ. ഓപ്പോസിഷന് വായി വരുന്ന മിസറബിൾ, ടെറിബിൾ എന്നൊക്കെ പറഞ്ഞ് അടുത്തിരിക്കുന്നവനോ ഈസി ആവാൻ വേണ്ടി വളരെ വളരെ കഷ്ടമാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വാക്കുകൾ ഉപയോഗിക്കരുത്. ബിക്കോസ് ഹി വാസ് എ റെസ്പെക്റ്റഡ് MP. He has belittled himself. If I accuse you with very many accusations in a public forum, that is unfair. You should not encourage. ശരി, നമ്മുടെ സമയം തീരുന്നു. അല്ല സാറ്, ഈ കേരളത്തിലെ സർക്കാർ ഇവിടെ ഈ കടം വാങ്ങി ശമ്പളം കൊടുക്കുന്നു, അത് പാർട്ടി പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്നൊക്കെ സാറിന് തോന്നിയതുപോലെ അങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോൾ അതിന് ഞാൻ മറുപടി പറയാതെ പോകുന്ന പിന്നെ ഞാൻ സാറിൻ്റെ അടുത്തിരിക്കുന്നത് വെറുതെ അർത്ഥശൂന്യമായി പോകും. സാറിൻ്റെ രാഷ്ട്രീയത്തെ ഞാൻ ബഹുമാനിക്കുന്നു, പക്ഷേ സാറിൻ്റെ വ്യക്തിപരമായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നില്ല. സാർ ഇവിടെ പറഞ്ഞതിനെ ഞാൻ ശരി. എന്തായാലും വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് പോകണ്ട. നമ്മൾ ഇന്ന് പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം, ബജറ്റ് അവഗണന BJP കേരളത്തിലെ പ്രതീക്ഷ നഷ്ടപ്പെട്ടതുകൊണ്ടോ എന്നതായിരുന്നു. അതേ എന്ന് പറയുന്നു 76% പേർ, അല്ല എന്ന് പറയുന്നത് 22% പേർ മാത്രം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ അബ്ദുൽ സലാം, ശ്രീ CP ജോൺ, ശ്രീ A സമ്പത്ത്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകും. നമസ്കാരം.